ഇന്ന് കിഴക്ക് സൂര്യൻ ഉദിച്ച് അങ്ങ് ചക്രവാള സീമകളിൽ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെയുള്ള ഒരുപാട് സുന്ദരമായ ദിവസങ്ങൾ നമുക്ക് തരികയും ഇന്നത്തെ ഈ ദിവസം നമ്മൾ വേണ്ടപ്പെട്ടവരോട് നല്ല രീതിയിൽ ചിരിക്കുവാനും വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുവാനും അവരെയൊക്കെ കാണുവാനും അവർക്കൊക്കെ നമ്മളെ കാണുവാനും സൗഭാഗ്യം തന്ന നമ്മൾ സൃഷ്ടിച്ച ദൈവത്തോട് പടച്ചവനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസം നമുക്ക് തുടങ്ങാം അല്ലേ. എന്നെ കേൾക്കാൻ വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഷ്റഫ് സാർ ചിരിക്കുന്നു, കാര്യം സുന്ദരാന്നൊക്കെ വിളിച്ചു എന്ന്. ഏതായാലും ഫൈസൽ സാറിനൊക്കെ, കാരണം സുന്ദരനും സുന്ദരിമാരും തന്നെയാണ് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവും സുന്ദരന്മാരും സുന്ദരിമാരും നമ്മുടെ മുമ്പിൽ നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ലല്ലോ. കാരണം നമ്മള് ഈ സെലിബ്രിറ്റികളുടെ മുമ്പിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ ആൽബത്തിൽ ഇതിലൊക്കെ ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്. നമ്മള് എല്ലാവരും പറയും അഷ്റഫ് സാറ് മമ്മൂട്ടിയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ അഷ്റഫ് സാറ് പറയാൻ എന്താണെന്നറിയോ? എന്റെ കൂടെ മമ്മൂട്ടിയുടെ ഫോട്ടോ ഉണ്ട് എന്ന് അറിയാം അല്ലേ. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഏറ്റവും വലുത്. അതുപോലെ തന്നെ എന്നെ കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാ നല്ലവരായ ആളുകൾക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ. പ്രിയപ്പെട്ടവരെ, തുടങ്ങാം എന്നൊക്കെ പറയാൻ മാത്രമൊന്നും ഞാനില്ല. നിയാസാറ് പറഞ്ഞതുപോലെ അത് നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ നല്ല രസത്തിൽ എന്താ പറയാ, സിനിമാ നടനെ പോലെ ഉള്ള ആളെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങ് സുഖിച്ചു കേട്ടോ, വളരെ സന്തോഷം തോന്നി. നിയാസാറിനെ അറിയാം, ആളെ എങ്ങനെയാണ് എന്താ പൊക്കേണ്ടതെന്നൊക്കെ അറിയാം കേട്ടോ. ഏതായാലും വളരെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ സാധാരണ വരുന്ന ഒരു ഗസ്റ്റിനെ പോലെ ഒന്നും നിങ്ങൾ എന്നെ കാണണ്ട. ഇയാളിങ്ങനെ അടങ്ങിയിരുന്ന് ഭയങ്കരമായിട്ട് ക്ലാസ് എടുത്ത് ട്രെയിനിങ് എടുത്ത് ഭയങ്കര ഒന്നുമല്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ജീവിതഗന്ധിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 60-55 അടുത്ത ആളുകളുണ്ട്. എന്നേക്കാൾ പ്രായമുള്ള എൻ്റെ ഫാദറിന്റെ പ്രായമുള്ളവരുണ്ട്, എൻ്റെ പ്രായമുള്ളവരുണ്ട്, എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വയസ്സുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാലമായി പ്രയത്നിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ സംസാരിക്കുന്നത് വരുമാനത്തിനെ കുറിച്ചും ഇൻഡസ്ട്രിയെ കുറിച്ചും ആയതുകൊണ്ട് വരുമാനത്തെ കണക്ട് ചെയ്തുകൊണ്ട് ബിസിനസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കാം ഞാൻ പറയുന്നത്. എന്നിരുന്നാലും ജീവിതത്തിലെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ എന്ന് തുടങ്ങിയത് നമ്മുടെ ഈ ഓട്ടപ്പാച്ചില്. ചില ആളുകൾ ഗൾഫിൽ പോകുന്നു, ചില ആളുകൾ ജോലിക്ക് പോകുന്നു, ചില ആളുകൾ വാഹനം ഓടിക്കുന്നു, ചില ആളുകൾ കൃഷിപ്പണി ചെയ്യുന്നു, ചില ആളുകൾ പശുക്കളെ പോറ്റുന്നു, ചില ആളുകൾ അച്ചാറുണ്ടാക്കുന്നു, ചില ആളുകൾ വീട്ടമ്മയായിട്ട് പോകുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ജോലികൾ അല്ലെ. ഈ ജോലികളൊക്കെ പോകുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദിവസാവസാനം കിട്ടുന്ന, ആഴ്ച കിട്ടുന്ന, മാസാവസാനം കിട്ടുന്ന ആ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് എന്ത് ജോലിയും പോകുന്നത്. പഠിക്ക്. എന്തിനാ പഠിക്കുന്നത്? നിനക്ക് ഭാവി ഉണ്ടാകാൻ. എന്താണ് ഭാവി? ഈ ഭാവിയുടെ അർത്ഥം എന്താ? ഞാൻ മനസ്സിലാക്കിയത് പണം എന്നാണ്. പഠിച്ച ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ? സ്കോപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ പഠിച്ചത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ പണമാണ്. എന്നാ ഇവിടെ പഠിച്ച് നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടിയ ആളുകൾ എത്ര ശതമാനമുണ്ട്? ഞാനിപ്പോ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയാണോ നിങ്ങൾക്ക് കിട്ടിയത്? അതോ കിട്ടിയ ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 98% ആളുകളും ആഗ്രഹിച്ച ജോലിയോ ആയിരിക്കില്ല ചെയ്യുന്നത്, കിട്ടിയ ജോലിയോ ചെയ്തത്. ടീച്ചറാവാൻ ആഗ്രഹിച്ച ആളുകൾ പോലീസുകാരനാവുന്നു, ആകാൻ ആഗ്രഹിച്ച ആളുകൾ മരപ്പണിക്കാരനാവുന്നു, ആശാരി ആകണമെന്ന് ആഗ്രഹിച്ച ആള് ബാങ്കിൽ ജോലി ചെയ്യുന്നു, ബാങ്കിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആള് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പരിധി വരെ. അത് ഞാൻ എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് തന്നെ പറഞ്ഞതാ. എനിക്ക് ഒരു പൈലറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം.
പൈലറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം ഓടിക്കുന്ന ആള് അല്ലേ? ആ, എല്ലാവർക്കും ഇതേപോലെ ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അധ്യാപകർ ചോദിച്ചിട്ടുണ്ടാവില്ല എന്താ ആവാനാണ് ആഗ്രഹം എന്ന്. അപ്പൊ ആദ്യം പറയാം ഡോക്ടർ, പിന്നെ എഞ്ചിനീയർ. ഇതിനകത്ത് കുറേ ഇപ്പൊ അക്കണക്കിന് നോക്കുകയാണെങ്കിൽ ഒരു 10-40 ഡോക്ടർമാരാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നവര്, ഞാനടക്കം. നമുക്കൊന്നും അതാകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നാ നമ്മൾ അതിന് പറയുക. പക്ഷെ അന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ കരിയർ ഗൈഡൻസ് തരാനോ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. സ്കൂള് കഴിഞ്ഞാൽ കോളേജിൽ പോവുക, കോളേജ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, കല്യാണം കഴിഞ്ഞാൽ കുടുംബമായിട്ട് കെട്ടി മുന്നോട്ട് പോവുക. ഇതൊരു സിസ്റ്റം ആയിരുന്നു, ഇതങ്ങനെ ഉണ്ടാക്കി വെച്ച സിസ്റ്റം ആയിരുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയ ജോലി, അതിൽ നിന്ന് കിട്ടിയ വരുമാനം, ആ വരുമാനം കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്തിട്ടുള്ള ജീവിതം, ആ ജീവിത നിലവാരം, ഇന്നലെ വരെ ചെയ്ത പ്രവർത്തനത്തിന്റെ ആകത്തുകയാണ് ഇന്ന് രാവിലെ ഈ ഇരിക്കുന്ന നാം ഓരോരുത്തരും. ഞാൻ ഒന്നുകൂടി പറയാം, ഇന്നലെ വരെ നമുക്ക് കിട്ടിയ അറിവ്, നമുക്ക് കിട്ടിയ ആരോഗ്യം, നമ്മുടെ കിട്ടിയ പ്രവർത്തന മേഖല എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇന്നലെ വരെ ചെയ്ത പ്രവർത്തനത്തിന്റെ ആകത്തുകയാണ് ഇന്നിരിക്കുന്ന നാം ഓരോരുത്തരും. ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സാമൂഹികമായി, സാംസ്കാരികമായി, നിങ്ങൾക്ക് കുടുംബപരമായി, സുഹൃത്തുപരമായി, നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഹാപ്പിയാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ കൂടെ കൂടിയതാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം മെനക്കെടുത്തിയത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്നലെ വരെ ഉണ്ടാക്കിയ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്നിന്റെ ഈ സുപ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സന്തോഷവാനാണോ? മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സന്തോഷവാന്മാരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മറ്റുള്ളതൊക്കെ നിങ്ങളുടെ ജീവിതയാത്രയിൽ കൂടിച്ചേർന്നെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ജീവിതയാത്രയിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ആ സാമ്പത്തിക മേഖലയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങൾ സംതൃപ്തനാണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഉത്തരത്തിൽ പറയാൻ പറ്റും, സാറേ സാമ്പത്തികമായിട്ട് നമ്മൾ പരാജയത്തില്ല, സാമ്പത്തികമായിട്ട് നമ്മൾ മെച്ചപ്പെട്ട രീതിയിലല്ല. ഫൈസൽ സാർ ഇതൊക്കെ അറിയുന്നു, സത്യ. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഇന്നലെ വരെ ചെയ്ത പ്രവർത്തനം കൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതേ ഒരു ഗൂഗിൾ മീറ്റ് ഒരു ആഫ്റ്റർ 10 ഇയർ അല്ലെങ്കിൽ 2036 നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇതേപോലെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ വരെ ചെയ്ത പ്രവർത്തനങ്ങളുമായിട്ട് നാളെയും മറ്റന്നാളും പോവുകയാണെങ്കിൽ അതിന്റെ പിറ്റേന്നും നമ്മൾ ഇരിക്കുന്നത് ഈ ഇരുത്തം തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. ചില ആളുകൾ ഒരിക്കലും ഇയാളെന്താ രാവിലെ വന്ന് പേടിപ്പിക്കുന്നതാണ്. പേടിപ്പിച്ചതല്ല, ഒരു റിയാലിറ്റി പറഞ്ഞതാ, ഒരു റിയാലിറ്റി. പൂച്ചക്കാര് മണി കെട്ടും, പൂച്ചക്കാരെങ്കിലും ആൾ മണി കെട്ടണമല്ലോ. ഞാൻ പറയുന്ന സത്യങ്ങൾ ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും, നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ പറയുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. എന്നാ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ടിട്ട് ഇഷ്ടമില്ലാതെ ചെയ്തവരും, അനുസരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാതെ അനുസരിച്ചവരും, രാവിലെ എഴുന്നേൽക്കാൻ എല്ലാവർക്കും മടിയാണ് എന്നാൽ ഇഷ്ടമില്ലെങ്കിലും എഴുന്നേറ്റവരും, നോ എന്ന് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമില്ലാത്തതാണ്. നോ എന്ന വാക്ക് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഇഷ്ടമില്ലെങ്കിലും നോ എന്ന വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിച്ചവരും, ആർക്കും പഠിക്കാനൊന്നും ഇഷ്ടമല്ല, ഇഷ്ടമില്ലെങ്കിലും പഠിച്ചവരുമാണ് ഇന്ന് വിജയികളായി മാറിയിട്ടുള്ളത്. ആണോ? ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് മനഃപൂർവ്വം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ വിജയികളായി മാറി. ഉസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞ ഓട്ടക്കാരൻ എത്രയോ വർഷങ്ങൾ ഓടിയിരുന്നു. അയൽപക്കക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാരും ചോദിച്ചു, നീ ഇത്ര നാൾ ഓടിയിട്ട് എന്താ കാര്യം? രാവിലെ മുതൽ വൈകുന്നേരം, രാവിലെ മുതൽ എന്നും ഓട്ടം തന്നെയാണുള്ള പണി, വേറെ പണിയൊന്നുമില്ല, നീ ഒരു പണിക്കാരൻ, നല്ലൊരു യുവാവല്ലേ, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നും കളിയാക്കി. ഏകദേശം 9 മുതൽ 10 വർഷത്തോളം അദ്ദേഹം ഓടി. അന്ന് ജനം ആരും അദ്ദേഹത്തെ അറിഞ്ഞില്ല, ആൾക്കാരും അദ്ദേഹത്തെ പറഞ്ഞില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഏതാണ്ട് ഒരു 7.5 സെക്കൻഡ് ഓടിയപ്പോഴത്തേക്ക് അദ്ദേഹം ലോകം അറിഞ്ഞു. അദ്ദേഹം ഫോക്കസ് ചെയ്തത് ആ അവസാനത്തെ ആ 7.5 മിനിറ്റ് ഓടാൻ വേണ്ടിയായിരുന്നു ഈ 10 വർഷം ഓടിയത് എന്നുള്ളത് അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. അന്ന് കുറെ ആളുകൾക്ക് എഴുന്നേറ്റ് ഓടാൻ ഇഷ്ടമല്ലായിരുന്നു. ഉസൈൻ ബോൾട്ടിനും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കഷ്ടപ്പെട്ട് ഓടിയപ്പോ അയാളെ ലോകം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ, നമ്മുടെ വരുമാനത്തിൽ നമ്മൾ ഹാപ്പിയാണോ അല്ല എന്നുള്ളതാണ്.
എന്നാൽ ഇതേ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇനിയും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് മറ്റന്നാളും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ചില ആളുകൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, നാളത്തെ പൈസ കൊണ്ട് ഇന്നലെ ജീവിച്ചിട്ട് ഇന്ന് ജീവിക്കുന്നത് നാളത്തെ പൈസ കൊടുക്കാൻ വേണ്ടിയാ പല ആളുകളും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല. നാളെ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ട് നമ്മൾ ഇന്നലെ ജീവിച്ചു, എന്നിട്ട് നാളത്തെ പൈസ കൊടുക്കാൻ വേണ്ടി ഇന്ന് പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഏറ്റവും കൂടുതലെന്ന്. അത് ഞാൻ ഒന്ന് വിവരിച്ച് പറഞ്ഞതാ. ഇനി ഒന്നുകൂടി പറയാ, ഇന്നലെ നമ്മൾ ജീവിച്ചതേ നാളെ ഉണ്ടാക്കി കൊടുക്കാമെന്ന പൈസ കണ്ടിട്ടാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് വിളിക്കുന്ന പേര് കടക്കാർ. കടം കടം കടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കടം ഉണ്ടോ? കടം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോ, നിങ്ങൾ ഇന്നലെ ജീവിച്ചത് മറ്റന്നാൾ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ടാണ്. അതങ്ങനെ തുടർന്ന് പോവല്ലേ. അങ്ങനെയാണെങ്കിൽ എന്നാണ് ഒരു മുക്തി നേടുക? മുക്തി നേടാൻ കഴിയില്ല. ആ കടം അങ്ങനെ മുക്തി നേടുന്നത് നമ്മളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ നമ്മളിങ്ങനെ പറയും, എന്താ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ മുസ്ലിം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ ഒരു വലിയൊരു ഉസ്താദ് ഉണ്ടാവും. മരണപ്പെട്ടതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ പറയും, ഇയാളുടെ പേര് ഇന്നതാണ്, അയാള് നല്ല മനുഷ്യനായിരുന്നു. മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യൻ എന്നെല്ലാവരും അംഗീകരിക്കുക. അത് ജീവിതത്തിൽ പറഞ്ഞു തുടങ്ങണം പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ പറയിപ്പിച്ച് തുടങ്ങണം. മരിച്ചു കഴിയുമ്പോൾ ഇന്നലെ കൂടി എന്നോട് ചിരിച്ചേ ഉള്ളൂ, മെനഞ്ഞാന്ന് എന്നോട് ഇങ്ങനെ കൈ കാണിച്ചേ ഉള്ളൂ, ഇന്നലെ എന്നോട് ചായ വേണോന്ന് ചോദിച്ചു, കല്യാണപ്പന്തൽ ഇരുന്നപ്പോൾ നീ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞു. നിങ്ങളൊന്നും ആലോചിക്കുക, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ അയാൾ പറയാൻ നന്മ പറയും. എന്നാൽ അത് ജീവിച്ചിരുന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് അത് വരാതെ ചിലപ്പോൾ 2 മാസം കൊണ്ട് ജീവിച്ചേനെ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയും, ഇങ്ങനെ ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊടുക്കണം. അയാൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ അയാൾക്ക് വേണ്ടപ്പെട്ട മകനോ മകളോ ആരെങ്കിലും ഉണ്ടാവും, അവരെ നിങ്ങൾ കാണണം. ഇങ്ങനെയാണ് ഒരു പൊതുവെ നടക്കുന്ന ഒരു പ്രകൃതി. എന്നാൽ നമുക്ക് എത്രയോ ആളുകൾക്ക് ആഗ്രഹമുണ്ട് കടമില്ലാതെ ഒന്ന് മരിച്ചു പോകണമെന്ന്. എല്ലാവരും പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടിയാ. പക്ഷെ സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല. ഇത് ആരും നമ്മുടെ കുറ്റമൊന്നുമല്ല. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ സാഹചര്യം അവിടെ കൊണ്ട് എത്തിക്കുകയാണ്. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു മഹത്തായ അവസരം, ഈ ഒരു അവസരം നമ്മളൊന്ന് നെഞ്ചേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാവർക്കും മടിയായി ഇത് ചെയ്യാൻ, എല്ലാവർക്കും പ്രശ്നമാണ് ഇത് ചെയ്യാൻ. അതെന്താന്നുള്ളത് ഞാൻ അതിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മൾ മടിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇന്നിപ്പോ എന്നെ കേൾക്കുന്നതിൽ ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. ഇതിനകത്ത് വീട്ടമ്മമാര് മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ കേൾക്കുന്നത്, കാരണം അവരെല്ലാവരും പണിയിലായിരിക്കും. എനിക്കറിയാം, ചിലവർ പുട്ടുണ്ടാക്കുന്നുണ്ടാകും, ചിലർ ചായ ഉണ്ടാക്കുന്നുണ്ടാകും, ചിലവർ എന്താ പറയാ ഓരോ ജോലിയിലാ. ഒരുപാട് വീട്ടമ്മമാരുണ്ട്. വീട്ടമ്മമാര് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു, വളരെ വളരെ സന്തോഷം. ഒരുപാട് ആളുകളുണ്ട്, അടിപൊളി, ആക്റ്റീവാണ്. അപ്പൊ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട, ആരാണ് വീട്ടമ്മമാര്? നമ്മളിന്ന് ഒരുപാട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോ എന്താണ് ജോലി? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അന്ന് വൈകുന്നേരം പൈസ വാങ്ങുന്ന ആളുകളെ കൂലി വാങ്ങുന്ന ആളുകൾ എന്ന് പറയും, അല്ലേ? ദിവസത്തിൽ വൈകുന്നേരം പൈസ വാങ്ങി വരുന്നവരെ കൂലിക്കാര്. എന്താ പണി? കൂലിപ്പണി, അല്ലെങ്കിൽ കൂലി കിട്ടുന്ന ആളുകൾ. എന്നാൽ ചില ആളുകളുണ്ട് തിങ്കളാഴ്ച മുതൽ പണിയെടുത്ത് ശനിയാഴ്ച വൈകുന്നേരം പൈസ വാങ്ങുന്ന ആളുകൾ. അവരെന്ത് വാങ്ങുന്നവരാ? അവരും കൂലി വാങ്ങുന്നവര്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിഭാഗമുണ്ട്. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ പണിയെടുത്ത് 30-ാം തീയതി വാങ്ങുന്ന ആ പൈസയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? ആരെങ്കിലും ഒരാൾ പറയോ? അത് കൂലിയാണോ? ആരെങ്കിലും ഒരാൾ പറയൂ. അതെന്താണ്? സാലറി. അയവ, സാലറി അല്ലെങ്കിൽ ശമ്പളം. ഇനി ഒറ്റ, വാട്ട് ഈസ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ കൂലി ആൻഡ് സാലറി? എന്താണ് ഈ കൂലിയും സാലറിയും തമ്മിലുള്ള വ്യത്യാസം? ഒന്നുമില്ല. മറ്റൊരു ദിവസം വൈകുന്നേരം കിട്ടുന്ന, മറ്റേത് 7 ദിവസം കൂടുമ്പോൾ കിട്ടുന്നു, മറ്റേത് 30 ദിവസം കൂടുമ്പോൾ കിട്ടുന്നു. ഈ ഒരു വ്യത്യാസമുള്ളൂ. 30 ദിവസം കൂടുമ്പോൾ കിട്ടുന്നതിനെ സാലറി എന്ന് പറയുന്നു, ആഴ്ചക്കും ദിവസം കിട്ടുന്നതിനെ കൂലി എന്ന് പറയുന്നു. അതല്ലാത്ത വേറൊരു വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തിരുത്താം. ഇതിനെയാണ് സാലറി എന്ന് പറയുന്നത്. എന്നാ ഇങ്ങനെ സാലറി വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനെ ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ആരാ ഒരു കുടുംബനാഥൻ?
നമ്മുടെ ഫാമിലി എല്ലാം നമുക്കുണ്ട്. ഒരു ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുടുംബത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥൻ, നാഥയാണെങ്കിൽ നാഥ, ഇവരെല്ലാവരും ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുടുംബത്തിലെ മക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ആ തുടങ്ങിയ ആളുകളെല്ലാം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് അതുപോലെ നിറവേറ്റി കൊടുക്കുവാൻ ശക്തനായിട്ടുള്ള കുടുംബനാഥൻ ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ ഹാപ്പി ഫാമിലി എന്ന് പറയും. ഇന്ന് പല ആളുകൾക്കും അതിന് കഴിയുന്നില്ല. അത് സാഹചര്യമാണ്, അത് ആരുടെയും കുറ്റമല്ല. ഒരു കാലഘട്ടത്തിന്റെ സാഹചര്യമാണ്, അങ്ങനെയാണ്. അത് ആരുടെയും കുറ്റമോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരുപാട് ആളുകൾക്ക് കൂലി വാങ്ങുന്ന ജോലിയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, വരുമാനം വാങ്ങുന്ന പണിയുണ്ട്, എല്ലാം ഉണ്ട്. പണിയുള്ള ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ഈ ഭാഗത്തിൽ ഒരു പണിയില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു പണിയും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ ടീച്ചർമാരില്ലേ ഇതിനകത്ത്, ടീച്ചർ ജോലിക്ക് പോകുന്നവരുണ്ട്, പിന്നെ ആശാ വർക്കർമാരായിട്ട് പോകുന്നവരുണ്ട്, പിന്നെ തൊഴിൽ എന്താ പറയാ, ഈ തൊഴിൽ എന്തായാലും പറയാ, തൊഴിൽ കൂട്ടോ എന്തായാലും പറയാ, പിന്നെ അങ്ങനെ സാധനം ഉണ്ടല്ലോ ഇപ്പൊ, തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ ഇതിനൊന്നും പോകാത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ എന്നെ കേൾക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് പറയാം, അവര് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉദിക്കണം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ അസ്തമിക്കാൻ പാടുള്ളൂ. അവസാനത്തെ കോഴിക്കോട് അടച്ച്, എന്താ പറയാ, പിന്നെ പരിസരത്തുള്ള ലൈറ്റ് എല്ലാം ഓഫാക്കി, വീടിന്റെ ഗേറ്റും അടച്ച്, മതിലും അടിച്ച്, വീട്ടിലെ എല്ലാ ലൈറ്റും ഓഫാക്കിയിട്ടാണ് അവർ ഉറങ്ങുള്ളൂ. അവര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് ആ വീട്ടിലെ കുട്ടികളെ ഒരുക്കി, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി, അലക്കി, എന്താ പറയാ, മുക്കി തുടച്ച്, അടിച്ചു വാരി, ഫുഡ് ഉണ്ടാക്കി, വീട്ടിലെ പണികളെല്ലാം ചെയ്ത്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, അത് കഴിഞ്ഞ് അടിച്ചു വാരി അലക്കി, അത് കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് ജോലി ചെയ്ത് വൈകുന്നേരം വരെ ഓടി, അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിലെ മക്കൾ വന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത്, വൈകുന്നേരം ഹസ്ബൻഡ്, പാരൻസ് എല്ലാം വന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത്, അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കുള്ള ഭക്ഷണം കൊടുത്ത് അവരെ എല്ലാവരെയും ഉറക്കി, അവസാനം വാതിലിന്റെ, അടുക്കളയുടെ വാതിലും അങ്ങ് അരങ്ങിന്റെ വാതിലൊക്കെ കുറ്റിയിട്ട് എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തോ നോക്കി, മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കിയോ നോക്കി, എല്ലാം നോക്കി കഴിഞ്ഞ് അവസാനം വന്ന് കിടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്കെന്താ പണിന്ന്. അവരാണ് പണിയില്ലാത്ത ആൾക്കാർ. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ നേരത്തെ ലൈക്ക് ചെയ്തിരുന്നു. ഒരു പണിയുമില്ലാത്ത വിഭാഗം പാവങ്ങൾ, ഒരു പണിയില്ലത്രേ. അവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? വീട്ടമ്മ. അയ്യവ, വീട്ടമ്മ. ഇപ്പൊ വീട്ടമ്മ അങ്ങനെ പറയും സാറേ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ എന്ന് പറയുന്ന കുറെ വീട്ടമ്മ. അതാണ് അവർ നിരന്തരം ലൈക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ പണിയാർക്കാ? ഈ വീട്ടമ്മമാരിൽ ആരെങ്കിലും ഒരാൾ ടീച്ചറായിട്ട് പോകുന്നുണ്ട്, പറയൂ എനിക്ക് ഭയങ്കര പണിയാണ്. സത്യത്തില് ആ ടീച്ചറായിട്ട് പോയി നിൽക്കുന്ന അത്രയും സമയമെങ്കിലും അവർക്കൊരു പണിയില്ല. ബാക്കിയുള്ള സമയത്താണ് പണി. കാരണം ഞാൻ ഇത് പറയാൻ കാരണം ചില, എന്റെ വൈഫ് ടീച്ചറാട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവളെ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ പറയുന്ന കാര്യങ്ങളാണ്. അപ്രിയ സത്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞത്, ഒരു പണിയില്ലാത്ത ആളുകളാണ് ഇവര് വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. എന്നാ അവർക്ക് മാത്രമേ പണിയുള്ളൂ. അടുത്ത ചോദ്യം, ഈ വീട്ടമ്മമാരുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് കെട്ടിച്ച് വിട്ടിട്ടുണ്ടാവാം, അവർക്കൊരു കുഞ്ഞുമക്കൾ ഉണ്ടാകാം, അവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവർക്കൊരു കുറച്ച് പൈസ അവരുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അവർക്ക് എവിടെ നിന്നാ പ്രിയപ്പെട്ടവരെ കിട്ടുന്നത്? ഈ വീട്ടമ്മമാരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു പൈസ കിട്ടണമെങ്കിൽ അവർക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് പൈസ കിട്ടുന്ന വഴി ഞാൻ പറഞ്ഞുതരാം. അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ ഭർത്താക്കന്മാര്, അല്ലെങ്കിൽ അവരുടെ മക്കളല്ല, നമ്മുടെ ഭർത്താക്കന്മാര് തന്നെ, അങ്ങനെ വേണം പറയാം. ഭർത്താക്കന്മാര്, ഇനി ചെറിയ എന്താ പറയാ, പിന്നെ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ, ഇവരെല്ലാം അഴിച്ചിടുന്ന ഷർട്ടില്ലേ, അല്ലെങ്കിൽ അഴിച്ചിടുന്ന പാൻസ് ഇല്ലേ, അഴിച്ചിടുന്നതല്ല, അത് ആയിട്ടില്ല, അലക്കാൻ കൊടുക്കുന്ന ഷർട്ടും അലക്കാൻ കൊടുക്കുന്ന പാൻറ്റും ഇല്ലേ, ആ പാൻസിൽ മറന്നു വെച്ച് കിട്ടുന്ന നാണയത്തൊട്ടുകളും മറന്നു വെച്ച് കിട്ടുന്ന ചെറിയ നോട്ടുകളും മാത്രമാണ് അവരുടെ വരുമാനം. അതും ഒരു 90% ആളുകളുടെ, 10% ആളുകൾ അതും തിരിച്ചു കൊടുക്കും അത്രേ.
ആ പൈസയാണ് അവരുടെ പൈസ, അവരുടെ സമ്പാദ്യം, ഈ ലോകത്തുള്ള സമ്പാദ്യം. അത് ഒരുക്കി കൂട്ടി വെച്ച് ഏതെങ്കിലും ഓണം വരുന്ന പെരുന്നാൾ വരുമ്പോൾ തന്റെ മോള് വരുമ്പോൾ ഒരു ബൊമ്മക്കുട്ടി വാങ്ങിക്കൊടുക്കാനോ, അല്ലെങ്കിൽ തന്റെ മകന്റെ മകൻ വരുമ്പോൾ ഒരു മുട്ടായി വാങ്ങിക്കെടുക്കാനോ ഉള്ള പൈസ ഒരുക്കി കൂട്ടുന്ന പല വീട്ടമ്മമാരും ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അവർക്കില്ലേ ആഗ്രഹങ്ങളും, അവർക്കില്ലേ സ്വപ്നങ്ങളും, അവർക്കില്ലേ കാര്യങ്ങളൊക്കെ? എന്നിട്ട് അവരെ നോക്കുന്നത് നമ്മളെന്താ പറയുന്നത്? പല കുടുംബനാഥന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ ഇങ്ങനെ ജീവിച്ചു പോയപ്പോരെ, എന്തിനാ ഇത്, മരിച്ചു പോട്ട തടിയല്ലേ, നമുക്ക് അങ്ങനെ അധികം സ്വപ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വേണ്ടപ്പാ. പക്ഷെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വീട്ടുകാരുടെ എല്ലാവരോടും ഈ സെൻസർ ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് കാറിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് കാറിന്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഈ പറയുന്ന ആള് ബൈക്കിൽ മുന്നിലൊരു ചെറുതിനെ ഇരുത്തും, അതിന്റെ ഇപ്പുറത്ത് ഇയാളിരിക്കും, അതിന്റെ ഇടയിൽ ഭാര്യ ഇരിക്കും, ഭാര്യയുടെ ഇയാളുടെ ഇടയിൽ ഒന്നിനെ എന്താ പറയാ ആപ്പ് വെക്കും പോലെ വെക്കും, മടിയിൽ ഒരുത്തനെ ഇരിക്കും, ഹാൻഡിലിന്റെ മുകളിലോട്ട് സഞ്ചി തൂക്കൂ. എന്നിട്ട് പോകുന്ന ബൈക്കിന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ബൈക്ക് പോകുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ കളിയാക്കിയതല്ല, സാഹചര്യമാണ് അങ്ങനെ ആക്കിയത്. അങ്ങനെ പോകുന്ന സമയത്ത് ആ മുന്നിൽ ടാങ്കിൽ ഇരിക്കുന്ന ആ കൊച്ചുമോനില്ലേ, ടിന്റുമോന്, ആ ടിന്റുമോന് സ്കൂളിൽ പഠിക്കുക 3ാം ക്ലാസ്സിൽ. ആ ടിന്റുമോന്റെ കൂട്ടുകാരന്റെ ഫാമിലി അപ്പുറത്ത് ഒരു കാർ കൂടെ അങ്ങ് പോകുമ്പോൾ അവൻ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ടാങ്കിന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി ഒന്ന് തിരിഞ്ഞിട്ട് ഈ വണ്ടി ഓടിക്കുന്ന പിതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കും. ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പൊ അത് ഞാൻ പറയുന്നില്ല എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ഈ ബൈക്ക് ഓടിക്കുന്നവർക്ക് സ്വപ്നങ്ങളില്ല, കാറിന്റെ ആവശ്യമൊന്നും എന്ന് പറഞ്ഞ ആളായിരിക്കും ആ മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് അതിന്റെ ആവശ്യമുണ്ട്, ആ പുറകിലിരിക്കുന്ന ഭാര്യയ്ക്ക് ആ കാറിന്റെ ആവശ്യമുണ്ട്. അത് ആവശ്യമില്ലാത്തത് നിനക്ക് മാത്രമാണ്, എനിക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാല് അല്ല പിന്നെ ഒറ്റത്തടിയായിട്ട് ആര് പാടില്ല, ഒരാളും പാടില്ല. ദൈവം ഇങ്ങനെ ടിങ് എന്നും പറഞ്ഞിട്ട് ഒരു സാധനത്തിന് ഉണ്ടാക്കി ഇങ്ങോട്ട് വിടണം. നമുക്ക് ആരും പാടില്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, നിങ്ങൾ കല്യാണം കഴിക്കണ്ടാവേ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാപ്പയും അമ്മയും അച്ഛനും അമ്മയും നിങ്ങൾക്കില്ലേ? അങ്ങനെ കുറെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടി നിങ്ങൾ വാല്യൂ കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇന്ന് ഭയങ്കര വിലക്കയറ്റ സാധനങ്ങൾക്കൊക്കെ വില കൂടി. ഇപ്പൊ ഒരു വീട് കൂടലിന് ഞാൻ പോയി ഒരു ഇത് കണ്ടതാ. വീട് കൂടലിന് സാധാരണയായിട്ട് ഗിഫ്റ്റ് കിട്ടാറുണ്ട്, മിക്സി കിട്ടാറുണ്ട്, അതുപോലെ എന്താ പറയാ കുക്കർ കിട്ടാറുണ്ട്, വട്ടച്ചമ്പ് കിട്ടാറുണ്ട്, ക്ലോക്ക് കിട്ടാറുണ്ട്. ഇതെല്ലാം പൊട്ടിക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ഇന്നലെ ഒരു വീട്ടുകാരന് ഭയങ്കര സന്തോഷമായത്, ആരോ പാക്കറ്റ് പൊളിച്ചു നോക്കുമ്പോൾ അതിനകത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണ. 1 ലിറ്റർ വെളിച്ചെണ്ണ. ആ വീട്ടുകാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്നാ കേട്ടെ. കാര്യം എന്താ? വെളിച്ചെണ്ണയുടെ വില എന്താന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1 ലിറ്റർ വെളിച്ചെണ്ണ ഒരു വീട്ടമ്മക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടമ്മക്ക് ഇന്ന് പള്ളിപ്പെരുന്നാളാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വില കയറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മളെ വരുമാനം കയറുന്നുണ്ടോ എന്നുള്ളതാണ്. വരുമാനം കയറുന്നില്ല. എന്നാ പണി കൂടുന്നുണ്ടോ? പണി കയറുന്നുണ്ട്. രാവിലെ 4 മണി മുതൽ 5 മണി വരെ പണിയെടുക്കുന്ന ചങ്ങാതി ഈ വെളിച്ചെണ്ണയും മറ്റുള്ള സാധനങ്ങളും വാങ്ങാൻ വേണ്ടി 5 വരെ എന്നുള്ളത് പിന്നെ ഇറങ്ങിയിട്ട് 6, 7 മണി വരെ പണിയെടുക്കുകയാണ്. പണിയും കയറി, വിലയും കയറി, വരുമാനമോ ഇറങ്ങി, വരുമാനം കയറുന്നില്ല. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തില് നമ്മൾ എന്താക്കണം? ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ ജീവിക്കണ്ടേ? ആ പ്ലാനിങ്ങിൽ നമുക്ക് വരുമാനം കിട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണ്ടേ? എല്ലാവർക്കും എല്ലാം ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. ഒരു കവിതയാ. എല്ലാവർക്കും തിമിരം. ഞാൻ ആ തിമിരം എന്നുള്ളിടത്ത് മാറ്റിയിട്ട് ദാരിദ്ര്യം എന്നാക്കുകയാണ് ഇപ്പൊ. നിങ്ങൾ അങ്ങനെ ഒന്ന് കേട്ടോക്കി. എല്ലാവർക്കും ദാരിദ്ര്യം, എവിടെ തിരിഞ്ഞാലും ദാരിദ്ര്യം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ച എന്നുള്ളത് ജീവിതം എന്നാക്കി നോക്കിയേ. മങ്ങിയ ജീവിതം കണ്ടല്ല, കൊണ്ടുമടുത്തു, കണ്ണടകൾ വേണം. എന്താ കണ്ണടകള്? കണ്ണടകൾ എന്ന് പറഞ്ഞാൽ ജീവിച്ചു പോകാനുള്ള വരുമാനവും സമ്പത്തും തന്നെയാ വേണമെന്ന് പറയുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, അതിനുള്ള മാർഗം ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ്. എല്ലാം ഇത് തന്നെയാന്ന് പറഞ്ഞാൽ അതിലൊരു മാർഗം ഇന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു മാർഗമാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പുതുതായി വന്ന ആളുകൾ വിചാരിക്കുന്നത് ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണ്, അല്ലേ? അങ്ങനെ തോന്നില്ലേ? ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന വഴിയും, അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് ഒന്നിങ്ങനെ ലൈക്ക് ചെയ്യോ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകും. എന്റെ ഒരു കഥ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കിയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും 2 or 3 ആളുകൾ എന്തായാലും ഉണ്ടല്ലോ. ഓക്കെ, പുതുതായി വന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഈ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പറയും പഠിക്കുന്ന ഈ ഒരു ഡോക്ടർ ആവണം എന്ന് പറയും. അങ്ങനെ ഡോക്ടറായി കഴിഞ്ഞാലോ
നിനക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം എന്ന് പറയും അല്ലേ? ഓക്കെ. എന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടോ? അല്ല. ഞാൻ പുതുതായി വന്ന ആളുകളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ തുടങ്ങാൻ പോകുന്നത്. ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് എന്റെ ഈ ചോദ്യം കേട്ടവർ മറുപടി പറയരുത്. കേൾക്കാത്ത ആളുകൾ, പുതുതായി വന്ന ആളുകളോട് ചോദിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. ഈ ജീവിച്ചിരിക്കുന്നവരിൽ പിന്നെ ഈ എന്താ പറയാ, ആത്മീയമായ ചോദ്യമൊന്നുമല്ല. എനിക്ക് ദൈവത്തെയാണ് ഇഷ്ടം, എനിക്ക് പ്രവാചകരെയാണ് ഇഷ്ടം, എനിക്ക് പിന്നെ ഇന്ന സ്വാമിമാരെയാണ് ഇഷ്ടം, മരിച്ചുപോയ പിന്നെ മദർ തെരേസ, ഇതൊന്നുമല്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്നതില് നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാ? ആരെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാർ മറുപടി പറയോ? നമ്മുടെ കുടുംബമുണ്ട്, ഭാര്യ, മക്കള്, പിന്നെ അച്ഛൻ, അമ്മ, വാപ്പ, ഉമ്മ, ഇങ്ങനെ എല്ലാവരും വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ഏറ്റവും ഇഷ്ടം ആരെയാ? പറയൂ. എനിക്ക് എന്നെ. വേറെ ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്നതിൽ അഭിപ്രായമുള്ള വ്യത്യാസമുള്ള ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ. ആരുമില്ല. ഓക്കെ. എന്നെ തന്നെ. ഓക്കെ, നല്ല മറുപടി. അടിപൊളിയാണ്. അപ്പോ അത് തന്നെയാണ് കറക്റ്റ്. എന്നെ തന്നെയാണ്. വേറെ ആർക്കെങ്കിലും വാപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, കൂട്ടം, കുടുംബം, ഇതൊക്കെയാണ്. നമ്മളൊരു ടൂറ് പോവാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാപ്പനെയും ഉമ്മനെയും അല്ലെങ്കിൽ ഭാര്യയും മക്കളെ എല്ലാവരും കൂട്ടി പോയിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരുടെ മുഖത്താണോ നോക്കുന്നത് അയാളെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് നമ്മൾ പറയും എനിക്ക് എന്റെ വാപ്പിനെ ഇഷ്ടം, എനിക്ക് എന്റെ ഉമ്മനെ ഇഷ്ടം, എന്റെ മക്കളെ ഇഷ്ടം എന്നൊക്കെ പറയാം. വെറുതെ കളവ് പറയാ, നോണ പറയാ. അപ്പോ അപ്പൊ നമുക്ക് ഇഷ്ടം ആരാന്നുള്ളത് അറിയണമെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ആദ്യം നോക്കുന്ന മുഖം ഏതായിരിക്കും, നമ്മളതിനകത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കും. എന്നിട്ട് എന്നെ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ. ഇനി ആ എന്നെ ഇഷ്ടമുള്ള ആളുടെ കഥയാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണേ. നമുക്കൊക്കെ മക്കളുണ്ട്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കാര്യട്ടെ പറഞ്ഞേ, നിങ്ങളുടെ കാര്യമല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ ചീത്ത പറയും. പഠിക്കടാ. ഫുള്ള് കച്ചറ, ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും നമ്മൾ. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുമ്പോ നമ്മളിങ്ങനെ അടുക്കളയിലേക്ക് പോകാൻ നേരത്ത് കയ്യിൽ ചട്ടമൊക്കെ ഉണ്ടാവും, അടിക്കാൻ വേണ്ടി വന്നതാണല്ലോ, ചട്ടമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇവരിങ്ങനെ മക്കളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല. കാര്യം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ ഒന്ന് പഠിച്ച് കാണണം. ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് മക്കളെ ഞാൻ ഇങ്ങനെ ചീത്ത പറയുന്നത്. അല്ലേ? നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ പറയാറ്? ഒന്ന് ലൈക്ക് അടിച്ചേ. അങ്ങനെ പറഞ്ഞവരൊന്ന് ലൈക്ക് അടിച്ചേ. ഇയാൾ ഈ ലൈക്ക് അടിപ്പിക്കുക. കാരണം നിങ്ങളുടെ ഈ ഫോണിൽ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനും കൂടി കേട്ടോ. ഓക്കെ, അടിപൊളി. പിന്നെ ഇത്ര നാൾ വരുന്ന ആൾക്കാർ ലൈക്ക് പണിയെടുപ്പിക്കല്ലേ. ഇത് മാത്രം ഒരാൾ മാത്രം പണിയെടുക്കേണ്ട വെച്ചില്ല, നമുക്ക് കൂട്ടായിട്ട് പണിയെടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ ലൈക്കൊക്കെ അടിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഞാൻ പറഞ്ഞത്? ചീത്ത പറയുന്നു. അങ്ങനെ ചട്ടമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ആത്മകഥം പറയും. ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇങ്ങനെ പിറുപിറുക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിളിച്ച് പറയും. ഇതിനെയാണല്ലോ ആത്മകഥം പറയാ. പറയുന്നത് ഇത്രയാണ്: മോളെ, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത് നീ പഠിച്ച് നല്ലൊരാളായി കാണാനാ മോനെ. എന്നിട്ട് പറയും ഞാനോ, ബാക്കി നിങ്ങൾ പറയണം. ഞാനോ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് രണ്ടാൾ പറയൂ. ഞാനോ ഇത് തന്നെയല്ല. ഞാനോ ഇങ്ങനെ എങ്ങനായി ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ നേരത്തെ വലിയ ആളമാര് പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടം എന്നെ തന്നെ. ഈ ഞാൻ തന്നെയല്ലേ പറഞ്ഞത് ഞാനോ ഇങ്ങനായി. നിങ്ങൾ ഏതെങ്കിലും ഒന്നിലിക്കപ്പാ, ഏതെങ്കിലും ഒന്നിൽ നിൽക്കി. ഇത് എന്നെ ഇങ്ങനെ നിങ്ങൾ കൊടുക്കല്ല. ഇവിടെ ഇയാളോട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റാണ്ടായി നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാനോ അതായത് ഇങ്ങനെ ആയ എന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മൾ ലോകത്തോടും മക്കളോടും വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മക്കളെ കണ്ടിട്ട് വന്ന എന്നെ കണ്ടിട്ട് വേണം, നമ്മളെ കണ്ടിട്ട് വേണം നമ്മളെ മക്കൾ പഠിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാനോ ഇങ്ങനെയായി എന്ന് പറയുന്നത് സാഹചര്യം നമ്മളെ കൊണ്ട് എത്തിച്ചത് നിങ്ങളുടെ കുറ്റമല്ല കേട്ടോ. നമ്മുടെ കുറ്റമല്ല. നമ്മൾ സത്യ പറയുന്നത്. പക്ഷെ അത് തിരിച്ചറിയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇങ്ങനെയായ എന്നോടും ഇതിനു മുമ്പും ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്നിട്ട് എന്തേ ഇങ്ങനെയായത്? അതിന്റെ അർത്ഥം നാളെ നമ്മുടെ മക്കളും ആകാൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ മാറ്റം ഉണ്ടാക്കി കൊടുക്കണം. ഒരു മാറ്റം, ഒരു ചേഞ്ച്. ആ ചേഞ്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത്. പുകവലി നിർത്താൻ വേണ്ടിയുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നിട്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരാണ്, അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരും, അത് അങ്ങനെ വിളിക്കാൻ പാടില്ല, അത് നിക്കോട്ടിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, സംഭവമുണ്ട്, ക്ലാസ് ഉണ്ട്, 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പറയാം ഇനി ഇതിന്റെ ബാക്കി ക്ലാസ് ഇതാ ഒരു 10 മിനിറ്റ് ബ്രേക്കാണ്, ഞാൻ പോയിട്ട് ഞാൻ ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരട്ടെ പറഞ്ഞ് ഞാൻ പോയാൽ എന്ത് രസം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും?
ആ ക്ലാസ് പിന്നെ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഞാനോ ഇങ്ങനെ ഇല്ലെങ്കിലും പഠിക്കുന്നു പറയുന്ന അവസ്ഥ അങ്ങനെയാണുള്ളത് ഇപ്പോ. അപ്പൊ ആയതുകൊണ്ട് നമ്മളിൽ മാറ്റം തുടങ്ങണം. അങ്ങനെ മാറ്റം തുടങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ മനസ്സിലാകും. എൻ്റെ പേര് നൂർഷ, വയനാട് ജില്ലയിൽ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി ഞാനിങ്ങനെ വലിയ അറിവും പഠിപ്പുള്ള ആളൊന്നും അല്ല. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? പൈലറ്റ് ആവുക എന്നുള്ളതാണ്. പൈലറ്റ് ആവുക എന്നുള്ളതാണ്. ഡോക്ടർ ആവുക എന്നുള്ളതാണ്. അതൊക്കെയായിരുന്നു. പക്ഷെ എന്നെ പൈലറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ഞാൻ ആയില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ ഫാദർ ഒരു കൃഷിക്കാരനായിരുന്നു. കാർഷിക മേഖലയിൽ എന്താ പറയാ വെച്ചിട്ട് വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഓട്ടോറിക്ഷ വാങ്ങി. അങ്ങനെ ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് പിന്നെ പശുവിനെ വാങ്ങിയപ്പോൾ പശുവിന് പാല് കൊണ്ടോയി കൊടുക്കാനും സിഫി കൊണ്ട് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് പിന്നെ മൂപ്പര് മെല്ലെ ഒരു ഓട്ടോറിക്ഷ വാങ്ങി. ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് രാവിലെ അത് കൊണ്ടു കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അങ്ങനെ വാപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറി. അങ്ങനെ വാപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് മാറിയിട്ട് ഈ ഇടയ്ക്കൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളുകൾ കൈ കാണിക്കും. അങ്ങനെ അവര് 2 രൂപ 5 രൂപയൊക്കെ തന്ന് ഞാനും എന്തായി മാറി? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറി. അങ്ങനെ നിങ്ങൾക്ക് കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ന് അവിടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ലാംബ്രട്ട എന്നാ പറയാ. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഫാദർ ഓട്ടോറിക്ഷ വാങ്ങിയത്. ചവിട്ടി സ്റ്റാർട്ട് ആക്കുന്ന രാജാവിനെ പോലത്തെ ഒരു ഓട്ടോറിക്ഷ അല്ലേ? ആ വണ്ടി ചിലപ്പോൾ കണ്ടവരുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഈ ബജാജും കാര്യങ്ങളും വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കിക്കറുള്ള സാധനമൊക്കെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കാലത്ത് അങ്ങനെ ഞാൻ എന്താക്കി? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറി. അങ്ങനെ കൽപ്പറ്റയിലെ പൈലറ്റായി മാറി. പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ പൈലറ്റ് ആയിട്ടാണ് ഞാൻ മാറിയത്. അപ്പൊ എന്തുകൊണ്ടാണ്? എന്റെ ഫാദർ ചെയ്യുന്ന പരിപാടിയെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അറിയാതെ അതായി മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ടൗണിലെ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അറിയുന്നതിൽ ഏകദേശം 90% ആളുകളും അവരെ പാരന്റിനെ സഹായിച്ച് അതൊരു താവയായിട്ട് വന്നിട്ട് അങ്ങനെ ആ ജോലി ഏറ്റെടുത്ത് പോയ കുറെ ആൾക്കാരെ നമ്മൾ കാണും. ഇല്ലേ? അങ്ങനല്ലേ കുറെ ആൾക്കാർ? ജ്വല്ലറിക്കാരന്റെ മകൻ ജ്വല്ലറി ആവുന്നു. കടക്കാരന്റെ മകൻ കടക്കാരനാകുന്നു. ആശാരിയുടെ മകൻ ആശാരിയാകുന്നു. പാട്ടുകാരന്റെ മകൻ പാട്ടുകാരനാകുന്നു. കൊട്ടുകാരന്റെ മകൻ കൊട്ടുകാരനാകുന്നു. അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. അതിനാണ് കുലത്തൊഴിൽ. പണ്ട് ഇതിനെ പറയും കുലത്തൊഴിൽ എന്ന്. ഈ എന്താ പറയാ, സ്വർണ്ണപ്പണിക്കാരന്റെ മകൻ സ്വർണ്ണപ്പണിക്കാരനായി വരുന്നത് എന്തുകൊണ്ടാ? അത് സഹായിച്ച് മോനെ ഏറ്റെടുത്ത് അത് പിന്നെ അതിന് ഓമന പേരിട്ട് കുലത്തൊഴിലാണെന്ന്. കുലത്തൊഴിലല്ല, അതിങ്ങനെ സഹായിച്ച് ഇങ്ങനെ ആകുന്ന. അതേപോലെ ഞാനും അങ്ങനെ ആയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കൽപ്പറ്റ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഓട്ടോറിക്ഷ ഓടിച്ചാൽ അന്നന്ന് കഴിഞ്ഞു പോവുള്ളൂ, ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു ജോലി കിട്ടി. ജോലിയിലേക്ക് ഞാൻ പോയ സമയത്ത് ന്യൂജ്യോതി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പാലക്കാടായിരുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പാലക്കാട് നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഏഷ്യാനെറ്റിൽ ന്യൂസ് റീഡറായിട്ട് കയറി. ഒരു 10-18 വർഷം മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം ഞാൻ സിംഗറാണ്. ഞാനൊരു പാട്ടുകാരനായിരുന്നു. ഞാനൊരു അവതാരകനാണ്. സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഞാനിങ്ങനെ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പോകും. നേരത്തെ നിയാസ് സാറ് പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടോ. അല്ലാതെ നിങ്ങളുടെ ഒരു സ്റ്റൈലിന് ഒരു പരസ്യം കൊടുത്തതല്ല. ഒക്കെയുള്ള സത്യമാണ്. അങ്ങനെ ഞാൻ എന്താ പറയാ, അങ്ങനെ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ എന്താ പറയാ, സ്റ്റേജ് ഷോ, പാട്ട് പരിപാടി, ആങ്കറിങ്, പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുക്കുക, ഫോട്ടോഗ്രാഫി ചെയ്യുക. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പടച്ച് കളിക്കുന്ന, ഈ ചങ്ങായി ഒരു പടച്ച് കളിക്കുന്നത്. ഇപ്പൊ എന്റെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ ഈ ചങ്ങായിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്? അല്ല, പ്രശ്നമല്ല. അത് എനിക്കിങ്ങനെ അടങ്ങിയിരിക്കുന്നതിനോട് താല്പര്യമില്ല. ആകെ ഞാൻ ഡീസന്റ് അടങ്ങിയിരിക്കുന്ന സമയം ഉറങ്ങുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വൈബാ. അപ്പൊ അതുകൊണ്ട് എന്താണെന്നറിയോ, പിന്നെ നല്ല എപ്പോഴും ആക്റ്റീവായിട്ട് ചിരിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സാവൂല എന്നാ പറയുന്നത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് സത്യത്തിൽ ഇപ്പൊ എനിക്ക് 26 വയസ്സായി. അപ്പോൾ എന്താ പറയാ, ഒരു 20 വർഷം മുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 29 വയസ്സ് കഴിഞ്ഞ ആളോട് 30, 31, 32, 33 വയസ്സ് വരെ എത്ര വയസ്സായി എന്ന് വെച്ചാൽ 29 എന്ന് പറയാം. എന്ന് പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. 39 വയസ്സായ ആള് 40, 41, 42 വരെ 39 ഓടും. ഒരു 3 കൊല്ലം 9 ഓടുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. എന്താ വയസ്സ് പറയാൻ എന്തോ ഒരു മടിയാ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതും കഴിഞ്ഞ് ഞാൻ നേരെ ഓട്ടോ ഡ്രൈവറായി. അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി, നേരെ ഇങ്ങനെ കയറി ഞാൻ ഖത്തറിലെത്തി. ഖത്തറിൽ എൻ്റെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് വിങ്ങിൽ മാനേജറായിരുന്നു. ഖത്തറിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഒന്നിലേക്ക്? ഖത്തറിൽ പോയവര്, ഖത്തർ എന്ന രാജ്യത്ത് ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇസ്മായിൽ സാറുണ്ട്, ഇസ്മായിൽ മാനു. ഓക്കെ, ഇസ്മായിൽ ഖാൻ. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ അവിടെ നജ്മയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ പത്രത്തിൽ വർക്ക് ചെയ്തു. ഞാൻ അവിടെ എന്താ പറയാ, ഇപ്പൊ ഒരുപാട് പ്രോഗ്രാമുകൾ, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെ MI യൂസഫ് അലി സാറിന്റെ
നാട്ടികക്കാർ കൊടുത്ത ഫ്ലൈറ്റ് വാങ്ങിയതിന് കൊടുത്ത സ്വീകരണവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരുപാട് വേദികൾ ഞാൻ ആങ്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്ററുകൾ ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞാൻ എന്താ പറയാ ചാവക്കാടോ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് അന്ന് പ്രോഗ്രാം ഞാൻ പോകുന്നത് എന്റെ മുന്നിലുള്ള സദസ്സിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അബ്ദുൽ സമദ് സമദാനി, OM കരുവാരക്കുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശസ്തരായ ആളുകളാണ്. അവിടെ ഞാനാണ് ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 16. അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ പ്രോഗ്രാമുകൾ ഇപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിന്റെ ഇടയിൽ എനിക്കുണ്ടായ ഒരു പ്രയാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു കിഡ്നി സ്റ്റോൺ ആണ്. കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-14 വർഷമായിട്ട് ഞാൻ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് വിദഗ്ധരെ കണ്ടു, ഒരുപാട് ആയുർവേദ അലോപ്പതി മേഖല ആളുകളെ മരുന്ന് കണ്ടു, എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഖത്തറിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 14,000 റിയാൽ, ഇവിടുത്തെ ഒരു 3 ലക്ഷം റുപ്യ സാലറി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി. എന്റെ വൈഫ് ഖത്തറിൽ ഭവൻസ് സ്കൂളിൽ മിഡ്മാക് റൗണ്ടബോട്ടിനടുത്ത ഭവൻസ് സ്കൂളിലെ ടീച്ചറാണ്. ഏകദേശം 4,000 റുപ്യ അവൾക്കും സാലറി. 4,000 റിയാലി എന്ന് പറഞ്ഞ ഇവിടെ ഏകദേശം ഒരു 90 ലക്ഷം റുപ്യ എടുത്തിട്ടുണ്ടാവട്ടാ. ഉച്ച വരെ എനിക്ക് ജോലിയുടെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ സ്റ്റേജ് പ്രോഗ്രാം, സ്റ്റേജ് ഷോ, അത് ഇത് പരിപാടികളൊക്കെ പോകുമ്പോൾ അതും എനിക്കൊരു 4,000 റിയാൽ ഞാൻ അങ്ങനെയും പ്രോഗ്രാം ചെയ്തുണ്ടാക്കുന്നുണ്ട്. എന്റെ വരുമാനത്തെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. 3 ലക്ഷം, അത് ഏകദേശം 1 ലക്ഷം റുപ്യ പ്രോഗ്രാം, 4 എന്റെ വൈഫിന്റെ 1, ഏകദേശം 4 മുതൽ 5 ലക്ഷം കുടുംബത്തിലേക്ക് വരുമാനം വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഉച്ചവരെ ജോലിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാറും വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക, ഇതൊക്കെയായിരുന്നു പണി. അങ്ങനെ ഞാനിങ്ങനെ എന്താ പറയാ, എല്ലാ നോമ്പും ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നിട്ട് എന്നെ വണ്ടിയിലിട്ട് ആളുകൾ കൊണ്ടുപോകും. ഇത് ആംബുലൻസൊക്കെ ഇട്ടിട്ടാ കൊണ്ടുപോവുക. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ വയനാട് ജില്ലയിൽ ഫാത്തിമ ലിയോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഡോക്ടർമാർ ചോദിക്കാൻ തുടങ്ങി, അല്ല നീ നോമ്പ് കള്ളനാണോ എന്ന്. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ടുപോകുന്നത് നോമ്പ് സമയത്ത്. കാരണം റമദാനിൽ നോമ്പെടുക്കാൻ മടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കുക, അതൊക്കെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതാന്ന് കരുതിയിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്നോട് ഡോക്ടർ ഈ നോമ്പ് കാലത്ത് നിനക്ക് ഈ വേദന വരും, അതുകൊണ്ട് നോമ്പ് എടുക്കണം. ആ സമയത്ത് കല്ല് പുറത്തു പോകും, അല്ലാതെ വേറെ രക്ഷയില്ല. നിന്റെ ശരീരപ്രദേശ എല്ലാ നോമ്പിനും എല്ലാ വർഷവും നിന്റെ കല്ലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ നോമ്പിന് ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കലാണ് ഈ കല്ലിന്റെ വേദന എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 2 കാലും മടക്കി വട്ടം പിടിച്ച് അങ്ങ് കിടക്കും. വലിയ ചെറിയ കുട്ടികൾ കരയുമ്പോൾ അയ്യോ അമ്മേ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് വലിയ കരച്ചിൽ കരയും. അയൽവക്കക്കാരൊക്കെ ഓടി വരും എന്റെ കരച്ചിൽ കേട്ടിട്ട്. അങ്ങനെ തന്നെ ഞാൻ ഒരു ദിവസം കരയുമ്പോൾ എന്റെ മോൻ കരയുന്നു, എന്റെ ഓളും കരയുന്നു. തുടക്ക കാലഘട്ടങ്ങൾ എന്റെ ഓക്ക് ഇത് അറിയില്ലല്ലോ. ഓളും കരയുന്നു, ഓനും കരയുന്നു. അങ്ങനെ കൂട്ടക്കരച്ചിലായപ്പോ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, എടാ നീ കരയല്ലടാ ആണൊരുത്തൻ ഇരുന്ന് കരയുന്ന കണ്ടില്ലേ എന്ന് പറയാം. നമ്മളങ്ങനെ ഉമ്മക്ക് മനസ്സിലായി കല്ലാണെന്ന്. അപ്പൊ നമ്മള് ഈ കരച്ചിൽ കുറക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ ഇതിന്റെ വേദന എന്ന് പറഞ്ഞ എന്റെ സാറേ എന്താണെന്നറിയോ, ഇപ്പൊ എനിക്ക് വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ നസീഫ് സാറ് പറയണ, സാറേ നിങ്ങളുടെ വേദന ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക എന്താ വേണ്ടെന്ന് വെച്ചാൽ, സാറ് പറയണത് നിന്റെ പൊരേ സ്ഥലം എന്റെ വീട്ടിൽ എന്റെ കയ്യിലേക്ക് എഴുതി തന്നെ ഞാൻ അപ്പൊ എഴുതി ഒപ്പിട്ടു. എന്നെ ഇത്ര നാളുണ്ടാക്കിയ സ്വത്തൊക്കെ പോയാലും വേണ്ടി എനിക്ക് വേദന മാറി കിട്ടിയാൽ. അതാണ് വേദന. ആ വേദന വരുമ്പോൾ ഞാൻ കരയും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ പുതിയൊരു ഐഡിയ. ഈ ഉമ്മമാർക്ക് ഭയങ്കര ഐഡിയ ഉണ്ടോ. ഉമ്മ പറഞ്ഞു, എടാ നീ ഇങ്ങനെ കരയല്ലേ, നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഇതിലും വലിയ വേദന എടുത്തിരുന്നടാ എനിക്ക്, എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. ആഹാ, അത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, മോശം, ഉമ്മ ഇത്രയും വലിയ വേദന വന്നിട്ട് കരഞ്ഞിട്ട് ഞാൻ കരച്ചിലിങ്ങനെ സഹിച്ചു പിടിച്ചിപ്പോ. അപ്പൊ ഉമ്മ അതിൽ സക്സസ് ആയി. പിന്നെ പിറ്റത്തെ കൊല്ലം വന്നപ്പോ ഉമ്മ പറയുന്നത് എന്താ, നിന്നെ പ്രസവിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞില്ലടാ. സമാധാനം. പിന്നെയും ഞാൻ കരച്ചിലെക്കും. 3 കൊല്ലം. 4ാമത്തെ കൊല്ലം ഇത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇനി ഉമ്മാനോട് പിടിച്ചിരിക്കാൻ കഴിയില്ല. കാരണം ഉമ്മ ഇതും പറഞ്ഞിട്ട് എന്റെ കരച്ചെടുത്ത് ഞാൻ സഹിക്കുന്ന വേദന. അപ്പൊ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങള് പ്രസവിക്കുന്ന സമയത്ത് വേദന എടുത്തപ്പോ നിങ്ങൾക്ക് 3 പ്രാവശ്യം നിങ്ങൾ പ്രസവിച്ചേക്ക്. ഈ 3 പ്രാവശ്യം നിങ്ങൾക്ക് സുന്ദരന്മാരായ കുട്ടികളെ കിട്ടും ചെയ്തേക്ക്. ഞാനിപ്പോ അത് 6ാമത്തെ പ്രസവ. ഇത് ഞാൻ കൊല്ലം പ്രസവിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് 3 പ്രാവശ്യം കരഞ്ഞപ്പോ നിങ്ങൾ കരച്ചത് തീർന്നില്ലേ? ഈ എന്റെ കരച്ചിലോ? ഇതാണ് എന്റെ അവസ്ഥ. അങ്ങനെ ഞാന് കരഞ്ഞ് 14 കൊല്ലം 15 കൊല്ലം കരഞ്ഞു. ക്ലിയർ ആയോ? അങ്ങനെ ഖത്തറിൽ പോയപ്പോ ഖത്തറിൽ അഹമ്മദ് ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ എന്നെ എടുത്തിട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇതെന്നെ പരിപാടി. അങ്ങനെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഖത്തറിൽ നിന്ന് ഞാൻ എന്താക്കി, നേരെ എങ്ങോട്ടേക്ക് വന്നു, ഈ നാട്ടിലേക്ക് വന്നു. എന്റെ വീട് കൂടലൊക്കെ കഴിഞ്ഞു. എന്റെ വീടിന്റെ ഞാൻ ഇപ്പം നേരത്തെ എന്റെ മോളുടെ വീട്ടിലിരുന്ന സംസാരിക്കുന്നു. എനിക്ക് കിട്ടിയ വരുമാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു വീട്. ആ വീടിനുള്ള എന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്ത റൂമിന്റെ സീലിംഗ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ബെഡാണ് ഈ കാണുന്നത്, ചെയറാണ്. അവൾക്ക് പഠിക്കാൻ വെച്ച അവളുടെ സ്റ്റഡി ടേബിളിന്റെ മോളെന്നാണ് ഈ സംസാരിക്കുന്നത്. എന്തിനു ഞാനിത് വെച്ച് പറഞ്ഞെന്നറിയോ? ഇത് ഓൾറെഡി ഞാനൊരു ഇൻബിൽഡ് വലിയൊരു പൈസക്കാരന്റെ മകനായിരുന്നുവെങ്കിൽ ഞാൻ ഇത് കാണിക്കൂല. ഒരു ഓട്ടോ ഡ്രൈവറുടെ മകന് ഒരു ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ.
വീടുണ്ടാക്കി ഏകദേശം 3200 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുണ്ടാക്കി. ഫുൾ തേക്കും കാര്യങ്ങളുമാണ്. എല്ലാ വീട്ടിലെ എല്ലാ റൂമും എല്ലാം സെറ്റിൽ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ജ്വല്ലറി പോലെ, അതായത് ഒരു വീട് ഒരു പണിയിന് ബാക്കിയില്ല, ജീവിച്ചാൽ മതി. ഞാൻ ആലോചിച്ച് ഇത്രേ ഉള്ളൂ, എന്റെ മക്കൾ വലുതായി വരുമ്പോൾ സാധാരണ എല്ലാവരും എന്റെ ഏട്ടന്മാരൊക്കെ ചെയ്തത് ഒരു വീടങ്ങ് തുടങ്ങും, ഫ്രണ്ടിലും ബാക്കിലും ഒരു വാതിൽ വെക്കും, കോണിക്കൂട് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് പറയും മോളെ കല്യാണത്തിന്റെ അന്ന് ഉണ്ടാക്കാൻ പണിയെടുക്കാന്ന് പറയും. അങ്ങനെ ആർക്കും വിഷമം ഉണ്ടാവരുത് കേട്ടോ, ഞാൻ റിയാലിറ്റി പറയുകയാണ്. ഞാൻ നിങ്ങളെ വിളിച്ച് കുത്തി നോവിച്ചൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഞാൻ ഒരു വീടുണ്ടാക്കും, കോണിക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ മുമ്പിലും ബാക്കിലും വാതിൽ വെച്ചിട്ട് അങ്ങ് കയറിക്കൂടും. എന്നിട്ട് നമ്മളെ മോൾ ഇങ്ങനെ വലുതായി വലുതായി ഒരു 18, 19, 20 വയസ്സാകുമ്പോൾ ആ മോളെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീടിന്റെ പണി എടുപ്പിക്കും അല്ലെ. സിമെന്റ് ഒക്കെ കുഴച്ച് എല്ലാ പണിയും എടുത്തിട്ട് അവള് കഷ്ടപ്പെട്ട്, മോനും കഷ്ടപ്പെട്ട് എല്ലാ പണിയും തീർത്തിട്ട് ഹായ് സുന്ദരമായൊരു വീടാവും നമ്മുടെ മോളുടെ മുമ്പിൽ അല്ലെ. അടിപൊളി. അവിടെ സന്തോഷത്തോടു കൂടി അന്ന് കിടക്കുന്നതിന് പിറ്റേന്ന് എന്താ ഒരു ചെക്കൻ കാണാൻ വരും. കാണാൻ വന്നിട്ട് കല്യാണം ഉറപ്പിക്കൂ, പിറ്റത്തെ മാസം അവളെ കെട്ടിച്ചും വിടും. ഇത് അങ്ങനെയായിരുന്നെങ്കിൽ അവളെ കെട്ടിച്ചു വിട്ടതിന് ശേഷം വീട് ഉണ്ടാക്കാൻ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കണം, അവരവിടെ ജീവിക്കട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കണം വീട്, എപ്പോഴായാലും ഇപ്പോഴായാലും. എന്നാൽ പിന്നെ ആദ്യം അങ്ങ് ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ ആദ്യം ഉണ്ടാക്കി. എന്റെ മക്കളും എന്റെ കുടുംബം സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട്. ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ കാരുണ്യം പ്രവർത്തനത്തിൽ കാണിച്ചാൽ നമുക്കിത് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പ്രയാസപ്പെട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഈ വീട് കൂടൽ കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, പണ്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച സമയത്ത് ഒരു സുഹൃത്ത് എൻ്റെ കൂടെ, അന്ന് ഓട്ടോറിക്ഷ ഓടിച്ച ഒരു ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, നൂർഷ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, MI ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അതിൽ കുറെ ഉൽപ്പന്നമുണ്ട്, അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ. ഇത് ആരോടാ പറയുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞ സാലറിയൊക്കെ വാങ്ങി ഖത്തറിൽ ജോലിയുള്ള ഒരാളോടാണ് പറയുന്നത് ആരാണ്? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാൾ. ഈ ഓട്ടോറിക്ഷ മേഖലയെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അയാൾ വന്നിട്ട് എന്നോട് പറയുമ്പോൾ ഞാനിത് വിശ്വസിക്കുവോ? പ്രിയപ്പെട്ടവരെ, ഇനി വിശ്വസിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഇറങ്ങിത്തിരിക്കുവോ? ഇല്ല. അങ്ങനെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് കുറെ ഉൽപ്പന്നങ്ങളുണ്ട്, സോപ്പുണ്ട്, ചീപ്പുണ്ട്, സുറുമക്കോലുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ഖത്തറിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് ഖത്തറിന് അങ്ങോട്ട് വേണം. എന്നോട് പറഞ്ഞു ഇതിങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആഴ്ചയിൽ വരുമാനം കിട്ടും. ഞാൻ പറഞ്ഞു ഇതിന്റെ വരുമാനം, ഇത് തട്ടിപ്പാണ്, ഇത് നിലനിൽക്കൂല, നിനക്ക് വേണം വിസ ഞാൻ ഉണ്ടാക്കിയത്, നീ എൻ്റെ കൂടെ അങ്ങോട്ട് പോരെ. മാനസികമായിട്ട് ഞാൻ അദ്ദേഹത്തെ പീഡിപ്പിച്ചു, ശാരീരികമായിട്ട് ഞാൻ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. കാരണം എന്താ അറിയോ, അദ്ദേഹം ഇത് പറയാൻ വന്നതുകൊണ്ട് ശാരീരികമായി പീഡിപ്പിച്ചു. അദ്ദേഹത്തിന് ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പറയാൻ വേണ്ടെന്ന് ഞാൻ അയാൾക്ക് വെള്ളം കൊടുത്തിട്ട് നിർത്തി. അതാണ് ശാരീരികമായ പീഡനം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വന്നത് ഒരു ഗ്ലാമർ എന്ന് പറഞ്ഞൊരു ബൈക്കിലായിരുന്നു. പേര് അയിമലുള്ളൂ, ഗ്ലാമർ, കാണാനുള്ള ഗ്ലാമർ ഒന്നും അയിമലില്ല. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പേസ്റ്റ് ഉണ്ട്, അതുണ്ട്, ഇതിന് നല്ല സാധനം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈഗോ, എൻ്റെ എന്താ പറയുക, ഞാനെന്ന ഭാവമായിരിക്കാം, ഞാൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. പിന്നെ അദ്ദേഹം തിരിച്ചാ സാധനം ബാഗിലിട്ടപ്പോൾ എനിക്ക് അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സന്തോഷമായിട്ട് പോകണം എന്നൊരാഗ്രഹം. കാരണം അവൻ വിചാരിക്കൂലേ പണ്ടൊക്കെ നൂർഷ നല്ല സ്വഭാവമായിരുന്നു, ഇപ്പൊ സ്വഭാവമൊക്കെ മാറിയെന്ന് ചിന്തിക്കൂലേ. അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങൾ വാങ്ങി. ആ വാങ്ങിയ സമയത്ത് ഇയാൾ പറഞ്ഞു ദാ ഒരു യൂറി ഫ്ലഷ് എന്ന് പറഞ്ഞ സാധനം, കിഡ്നി സ്റ്റോൺ, നിനക്ക് വേദന ഉണ്ടല്ലോ, ആ സാധനം വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. നിങ്ങൾ എന്താ പറയാ, വേണമെന്നല്ല പറയാ. ഞാൻ വേണ്ടാന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഇതുവരെ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് മാറിയിട്ടില്ല, പിന്നെ ഇയാൾ എന്നാ മാറുമോ എന്ന ചിന്തയായിരുന്നു. അങ്ങനെ എന്താക്കി, എന്നാ പിന്നെ അതും കൂടി ഇങ്ങോട്ട് ഞാൻ ഒരു ഭാഷ വരുന്ന അതും കൂടി പണ്ടാരടക്കി കഴിഞ്ഞാൽ ഓന്റെ പ്രശ്നം തീരുമല്ലോ എന്നുള്ള രീതിയിൽ, അങ്ങനെ ആ രീതിയിൽ പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാരുണ്ടാവും ഇതിനകത്ത്. അതും കൂടി ഇങ്ങോട്ട് എന്നാ പിന്നെ അങ്ങ് വെച്ചൂട്, എന്നാ അതും കൂടി കിട്ടിയ എന്റെ ഇത് തീരുമല്ലോ എന്ന് കരുതിയിട്ട് സാധനം വാങ്ങിയ ആൾക്കാരുണ്ട്. അതേപോലെ പ്രിയപ്പെട്ടവരെ ഞാൻ വാങ്ങിയത്, അങ്ങനെ വാങ്ങിയതാ ഈ സാധനം. അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ എന്താക്കി, നേരെ ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ പോയിട്ട് ഞാൻ ഈ സാധനം പേസ്റ്റ് തേക്കാനുള്ള പേസ്റ്റ്, ഈ തലയുടെ മുടിയൊക്കെ ഏകദേശം അന്ന് കുളിച്ചിട്ട് പോയതാ. മഹാഭൃംഗരാജ് എന്ന് പറഞ്ഞ ഓയിൽ തേച്ചിട്ട് എനിക്ക് വന്ന മുടിയായി ഈ ഏരിയ. അതിനുശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പേസ്റ്റ് ഉപയോഗിച്ചു. ഉമ്മാക്ക് പല്ലുവേദനയും കാര്യങ്ങളുള്ളപ്പോൾ ഞാൻ പേസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. ഉമ്മാനോട് ഇങ്ങനത്തെ കമ്പനിയുടെ സാധനം വന്നാൽ ഉമ്മ ഉപയോഗിക്കൂല. അപ്പൊ ഉമ്മാനെ ഞാൻ ഖത്തറിന്ന് കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മാനെ പറ്റിച്ചത്. ഇപ്പോഴും ഉമ്മാക്ക് ഖത്തറിന്ന് കൊണ്ടുവന്ന ഓണന്റോന്റെ പേസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. ക്ലിയർ ആയി? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അങ്ങനെ ഇപ്പൊ ഉമ്മാക്ക് ഇപ്പൊ അത് വേണം. ഖത്തറിന്ന് കൊണ്ടുവന്ന ജാമ്യത്തായാലും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖത്തറിന്ന് കൊണ്ടുവന്നെ മൈ ലൈഫിന്റെ സാധനം ഉമ്മാക്ക് ഇഷ്ടമല്ല. കാരണം മൈ ലൈഫ് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങൾ? അങ്ങനെ കുറെ പ്രതികരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ അടുത്ത്. അത് സ്വന്തം ഉമ്മാന്റെ രൂപത്തിലും കെട്ടിയോള രൂപത്തിലും കെട്ടിയോന്റെ രൂപത്തിലും ബാപ്പാന്റെ രൂപത്തിലും കൂട്ടുകാരുടെ രൂപത്തിലൊക്കെ വരും. അങ്ങനെയൊക്കെ വന്ന ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ സാധനം ഖത്തറിലേക്ക് കൊണ്ടുപോയിട്ട് യൂറി ഫ്ലഷ് ഞാൻ ഉപയോഗിക്കില്ല. കാരണം ഇത് എടുത്തിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഷമീറിന്റെ മുഖം ഓർമ്മ വരും. കാരണം കൂട്ടുകാരനല്ലേ, കൂട്ടുകാരന്റെ മുഖം ഓർമ്മ വരും. കൂട്ടുകാരൻ നമ്മൾ പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് ഈ ബിസിനസ് കൊണ്ടുവന്ന് കൂട്ടുകാരനായതുകൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാത്ത കുറെ ആൾക്കാരല്ലേ ഇതിനകത്ത്.
കൂട്ടുകാരൻ കൂട്ടുകാരി തന്നതുകൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാത്ത ആൾക്കാരില്ലേ, അതേപോലെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ നിൽക്കുകയാണ് എന്റെ ഭാഗ്യത്തിന് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിൽ. കൊറോണ അറിയില്ലേ? എന്താ കൊറോണ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. കൊറോണ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പണ്ട്. ആ കൊറോണ വന്ന സമയത്ത് എല്ലാ ആളുകളെയും പൂട്ടിക്കെട്ടി. അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്നത് പോലും കൂട്ടിക്കെട്ടിയ ആ ഒരു കാലഘട്ടത്തിൽ എന്നെയും അവിടെ പിടിച്ചു കെട്ടി. അന്ന് നമ്മുടെ മെഡിക്കൽ കോളേജൊക്കെ പൂട്ടി. അത് പൂട്ടിയതുപോലെ അവിടെ അഹമ്മദ് ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ പൂട്ടി. ഇനി നോമ്പ് വന്നു കഴിഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? ഇതായിരുന്നു എന്റെ ആദി. അങ്ങനെ ആദ്യം വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നേരെ ഷമീറിനെ വിളിച്ചു. ഷമീറെ ഈ സാധനം, കാരണം ഇനി അവസാനത്തെ വഴി ഇതിനല്ലേ ഉള്ളൂ, ഇതാണല്ലോ. ഷമീറിനെ വിളിച്ചു വെച്ചപ്പോൾ ഷമീർ പറഞ്ഞു, നീ ഇതുവരെ കഴിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇത് കഴിച്ചില്ല, ഇത് എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. ഒരു മരുന്നായിട്ടാണല്ലോ ഞാൻ ഇതിനെ കാണുന്നത്, ഇതൊരു വെൽനസ് പ്രോഡക്റ്റ് ആണ്, മരുന്നല്ല, ഡോക്ടർ എഴുതേണ്ടതല്ല, അല്ലെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇതൊരു മരുന്നാണല്ലോ. അപ്പൊ അയാൾ ഇത് കഴിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് രാവിലെയും പറഞ്ഞ വാക്കിതാണ്, ഞങ്ങളുടെ ബന്ധം കൊണ്ടാണ് പറഞ്ഞത്, സുഹൃത്ത് ബന്ധം കൊണ്ടാണ് പറഞ്ഞത്, അത് രാവിലെയും വൈകുന്നേരം കുറച്ച് കുടിച്ചോ, ബാക്കി പള്ളറച്ച് വെള്ളവും കുടിച്ചോ എന്ന്. എന്റെ ഉള്ള കോൺഫിഡൻസ് മൊത്തവും പോയി. കാരണം ഒരു മരുന്ന് കഴിക്കേണ്ട രീതിയെക്കുറിച്ച് ഇങ്ങനെയാണ് ഒരാൾ പറയേണ്ടത്. അയാൾ പറയേണ്ടത് ഭക്ഷണത്തിന് മുമ്പ് ഇത്ര, പിമ്പിത്ര, പിന്നെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, മറ്റേ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. കിഡ്നി മേലുള്ള കളിയല്ലേ ഇത്, കിഡ്നി മേലുള്ള കളിയാ. അപ്പൊ അങ്ങനെയല്ലേ പറയേണ്ടത്. ഇയാൾ പറഞ്ഞത് എന്താണ്, രാവിലെ വൈകുന്നേരം കുറച്ചിച്ച് കുടിച്ചോ, പള്ളറച്ച് വെള്ളം കുടിച്ചോന്ന്. ഉള്ള എല്ലാ വിശ്വാസവും അതോടുകൂടി പോയി. അങ്ങനെ പറയുന്ന ആൾക്കാരില്ല നിങ്ങൾക്ക്. നിങ്ങൾ അങ്ങനെ പറയുന്ന ആൾക്കാരായിരിക്കൂലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഷമീർ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയൂ. ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ദേഷ്യം പിടിച്ച്, കാരണം കുറെ നാളെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലോ. ദേഷ്യം പിടിച്ചപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുമില്ല, അത് കുടിക്കുന്ന സമയത്ത് കുപ്പായത്തിന് മറിയാണ്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ എന്ന് പറഞ്ഞു. ഉള്ള വിശ്വാസം പിന്നെയും പോയി. ഓൻ ഫോൺ കട്ട് ചെയ്ത് വെച്ചു. കുടിക്കണേ കുടിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട, എന്റെ കിഡ്നിയാണ്, ഈ വേണം നോക്കിയോ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം ഞാൻ ഈ സാധനം കഴിച്ച് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ നോമ്പ് വന്നു. നോമ്പ് വന്ന സമയത്ത്, നോമ്പ് ഒരു 10-20 ഇടയിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. നോമ്പ് 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു. ഓർമ്മ വെച്ച നാളിന് ശേഷം ആദ്യമായിട്ടൊരു 30 നോമ്പ് എടുത്തിട്ട് നല്ലൊരു പെരുന്നാൾ കൂടാൻ പറ്റിയ ഒരു സന്തോഷത്തിലായി പ്രിയപ്പെട്ടവരെ അന്ന് ഞാൻ. അതിന്റെ കാരണം യൂറിഫ്ലഷ് എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമായിരുന്നു. അതിനുശേഷം ഞാൻ വളരെ ഹാപ്പിയായി. എന്റെ കൂടെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും എന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ സമാന പ്രശ്നമുള്ള ആളുകൾക്ക് പിന്നെ ഞാൻ ഫ്ലൈറ്റ് ചാലുവാക്കി ഇത് വാങ്ങി ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. 2 കാര്യങ്ങൾ, ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന് അവരുടെ അസുഖം മാറട്ടെ, അതിന് ഞാൻ ഒരു 10 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ 90 മാർക്ക് കൊടുത്തൊരു സാധനമുണ്ട്, അവരുടെ അസുഖം മാറുന്നുണ്ടോ ചെക്കിങ്. എന്തിന്? അവർക്ക് വാങ്ങിക്കൊടുത്താൽ അത് മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് മാറിയത് ഇതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ കുറെ ആൾക്കാർക്ക് ഈ സാധനം വാങ്ങിക്കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ ഞാൻ? അങ്ങനെ വാങ്ങിക്കൊടുത്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായ ഗുണം കിട്ടി. അവരെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അവർക്ക് നാട്ടിലേക്ക് സാധനം വേണം. നാട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടേക്കും വയനാട്ടിലേക്കും ഈ സാധനം അവരുടെ എന്താ പറയാ, എളാപ്പാക്കും വലിയച്ഛനും ചെറിയമ്മക്കൊക്കെ വേണം ഈ സാധനം. അപ്പൊ ഈ സാധനം അന്ന് പൂളാടിക്കുന്ന് കോഴിക്കോട് സ്ഥലത്താണ് ഈ സാധനം ഉള്ളത്. ഞാൻ ഷമീറിനെ വിളിക്കും, ഈ സാധനം ഖത്തറിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടി പറയും. അപ്പോൾ ഷമീർ എന്ത് ചെയ്തു, കോഴിക്കോട് പൂളാടിക്കുന്ന് പോയിട്ട് ഈ സാധനം 8-10 പാക്കറ്റ് വാങ്ങിയിട്ട്, യൂറിഫ്ലഷ് എന്ന് പറഞ്ഞ സാധനം ബ്ലഡ് പ്യൂരിഫയറും ഈ സാധനം വാങ്ങിയിട്ട് എനിക്ക് ഖത്തറിലേക്ക് കൊടുത്തുവിടും. ഇത് ഷമീർ ഖത്തറിലേക്ക് പോകുന്ന ആളുണ്ടോ നോക്കിയിട്ട് ഖത്തറിലേക്ക് 2 കിലോ കൊടുത്തുവിടും. അവിടെ ചെന്നിട്ട് ഈ 2 കിലോ സാധനം, നിങ്ങൾക്ക് വിദേശത്ത് അറിയാം, നാട്ടിലേക്ക് വരുന്ന കോഴിക്കോടേക്ക് പോകുന്ന ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ നടക്കും. എന്നിട്ട് ഈ റഹീമും ടീമൊക്കെ ഈ സാധനം കോഴിക്കോടേക്ക് വരുന്ന ആളുടെ കൈ കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് അവർ കോഴിക്കോട് വന്നിറങ്ങിയിട്ട് ഈ സാധനം പൂളാടിക്കുന്ന് കോഴിക്കോടുള്ള ആൾക്ക് ഈ സാധനം കൊടുക്കുന്ന, കോഴിക്കോട് നിന്ന് ഈ സാധനം വാങ്ങി ഖത്തർ കൊണ്ടുവന്നിട്ട് ഖത്തറിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തി. എനിക്കിത് അറിയില്ലല്ലോ ഇതിന്റെ കാര്യങ്ങൾ, ഇത് എവിടുന്ന എന്താ എങ്ങനെയാന്നുള്ളത്. അങ്ങനെ കോഴിക്കോടുള്ള ആൾക്ക് കോഴിക്കോടുള്ള സാധനം ഖത്തർ വഴി കച്ചവടം ചെയ്ത ആളുകൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ദാ ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്ത പൊട്ടനാണ് ഞാൻ. മനസ്സിലാക്കി നിങ്ങള്? അങ്ങനെ പൊട്ടത്തരം ചെയ്ത് ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ്, അല്ല അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്കൊന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു, ഖത്തറിൽ ഇവിടെ നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഷമീറിനെ കണ്ടപ്പോൾ ഷമീർ ഇവിടെ ബിസിനസ് ചെയ്യാൻ ഒന്നായിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ എന്റെ ശത്രുപക്ഷത്തെ ആൾ കൂടെ, ഒരു ഭാര്യ എന്റെ ശത്രുവായി. കാരണം ഞാനും ഭാര്യയും ഖത്തറിലൊക്കെ തരുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റി മോഡില, ആളുകൾ ഫോട്ടോ എടുക്കാൻ വരിക, ചായ വാങ്ങിത്തരും, ഇതൊക്കെ എന്റെ ഭാര്യ കാണുന്നല്ലേ. ഇവിടെ വന്നപ്പോൾ സോപ്പും പേസ്റ്റും വിൽക്കാൻ നടക്കുന്ന ഒരാളായിട്ട് മാറുകയല്ലേ. ഭാര്യക്ക് സന്തോഷം ഉണ്ടാവുമോ? സങ്കടമല്ലേ? ഈ മനുഷ്യന് ഭ്രാന്തായി പോയെന്നല്ലേ വിചാരിക്കുന്നത്. അങ്ങനെ എന്നെ പൊട്ടൻ, ഭ്രാന്തൻ, വെകടൻ, പിന്നെ എന്താ പറയാ, ലാട വൈദ്യം എന്നൊക്കെയുള്ള പേരൊക്കെ ഇട്ട് മുപ്പത്തേരനെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്കും തോന്നി, അങ്ങനെ ശത്രുപക്ഷത്ത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ കൗരവരും പാണ്ഡവരും പോലെ ശത്രുപക്ഷത്ത് ആളുകൂടി, എൻ്റെ ഉമ്മാനെ ശത്രുപക്ഷത്ത് കൂട്ടി എനിക്കെതിരെ പടപൊരുതാൻ. അങ്ങനെ വാപ്പന്റെ അനിയനെ കൂട്ടി, എളാമ കൂടി, അമ്മോശൻ കൂടി, എല്ലാവരും എനിക്കെതിരെ. ഇപ്പുറത്ത് ഞാൻ ഒറ്റയാളും, അപ്പുറത്ത് എൻ്റെ കുടുംബം മൊത്തം കൂടി അവരെന്നെ വട്ടമിട്ട് പിടിച്ചു. അങ്ങനെ എന്നെ ഉപദേശക സമിതി, എന്നെ കുറെ ആൾക്കാർ
മാമൻകുട്ടിയും ഒക്കെ ഉപദേശിച്ച ഇതാണ്: നൂറെ, നീ ഷമീറിനെ കണ്ട് കളിക്കാൻ നിൽക്കണ്ട. കാരണം അവന് നഷ്ടപ്പെടുകയാണ്, ഒരു ഓട്ടർഷ മാത്രമേ ഉള്ളൂ. ഓട്ടർഷ പോയാൽ നിനക്ക് പ്രശ്നമില്ലല്ലോ, അവനും പ്രശ്നമല്ല. നിന്റെ സാഹചര്യത്തിൽ 1,00,000 ഉറുപ്പിക അതിൽ ഓട്ടർഷ വാങ്ങിക്കൊടുക്കാൻ. ഉപദേശം കേട്ടപ്പോൾ ഞാൻ കൈയും കാലം വറച്ചു പോയി. സത്യമാണല്ലോ. ഞാൻ വീണ്ടും ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ പോയി ഒരു 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഷമീർ ഇവർ പറഞ്ഞത് വളരെ സത്യമായിരുന്നു. അയാളുടെ ഓട്ടർഷ പോയിരുന്നു. അയാളുടെ ഓട്ടർഷ എന്നേക്കുമായി പോയിരുന്നു. പക്ഷെ അതിന് പകരം ഏകദേശം 16 ലക്ഷം രൂപ വരുന്ന ഒരു ക്രെറ്റ കാറാണ് അദ്ദേഹം സ്വന്തമാക്കി വാങ്ങിയത്. എന്നെ ഉപദേശിച്ച ആളുകൾ 5,000 കൊണ്ടാ 10,000 കൊണ്ടാന്ന് പറഞ്ഞ് കടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ കണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞ ഷമീർ ആഴ്ചയിൽ 50,000, 40,000, 30,000 വരുമാനം വാങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. ഇനി നിങ്ങൾ പറ, ഈ ഉപദേശക സമിതി പറയുന്നതാണോ ഞാൻ കേൾക്കേണ്ടത്, ഷമീർ പറയുന്നതാണോ ഞാൻ കേൾക്കേണ്ടത്? ഷമീർ പറയുന്നത് കേട്ടു, എന്നോട് പറയുന്നത് മനസ്സിലാക്കി, മനസ്സിലാക്കി പ്രവർത്തിച്ചു. എനിക്ക് വരുമാനം വരാൻ തുടങ്ങി. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഖത്തറിലെ ജോബ് ഞാനങ്ങ് റിസൈൻ ചെയ്ത് ഇപ്പോൾ ഫുൾ ടൈം കരിയറായിട്ട് ചെയ്യുന്നു. ഇപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം 75 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഒരു 15,000 രൂപ മുടക്കി സാധനങ്ങൾ വാങ്ങി. ഞാൻ ആദ്യം 5,000 രൂപയ്ക്ക് സാധനം വാങ്ങിയത്. ആദ്യം 5,000 രൂപ, പിന്നെ ഒരു 2 ഐഡിയും കൂടി വാങ്ങി 10-15,000 രൂപയുടെ സാധനം വാങ്ങി തുടങ്ങി. ഇന്ന് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 വർഷം കൊണ്ട് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി. ഇപ്പൊ എല്ലാ ആഴ്ചയിലും നല്ല വരുമാനം വരുന്നു. 2 പേരിലൂടെ തുടങ്ങിയ ഈ ബിസിനസ് അത് 4ലേക്കും 8ലേക്കും 16ലേക്കും വിശിഷ്യ കമ്പളക്കാട് നിന്ന് വയനാട് ജില്ലയിലെ സമസ്ത മേഖലയിലേക്കും, കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം, പിന്നെ പാലക്കാട്, ഭോപ്പാൽ, ഡിണ്ടിഗൽ, അരുണാചൽ പ്രദേശ്, സൗദി അറേബ്യ, ഖത്തർ, ബാംഗ്ലൂര്, കർണാടക എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ എൻ്റെ ടീം എത്തുകയും അവരെല്ലാവരും ഒരു പേസ്റ്റോ ഒരു ടോയ്ലറ്റ് ക്ലീനറോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. പ്രിയപ്പെട്ടവരിതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഈ ഒരൊറ്റൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ വലിയ മടിയായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ മടിയായിരിക്കും, വലിയ മടിയായിരിക്കും പാർട്ട് ടൈം ജോബ്. ഈ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ നമുക്കേ മടിയുള്ളൂ. 100 ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റഷീദ് സാറ്, ഷബീർ സാറ്, നസീഫ് സാറ്, അർജുൻ സാറ്, സുനിത മാഡം, ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾക്ക് നമ്മളെ കളിയാക്കും. എന്താ കളിയാക്കുന്നത്? നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി വരുമാനത്തിന് വേണ്ടി വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ അവന് ഭയങ്കര ദാരിദ്ര്യം ആക്കണ്ടില്ല, അവൻ വേറൊരു പണിക്ക് പോകുന്നു അറിയും. ഇത് കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്ന ജോലി അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കേവലം മലയാളികൾ ഇങ്ങനെ അടങ്ങി നിൽക്കാറുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നാ. നിങ്ങളുടെ നാട്ടിലെ ഗവൺമെന്റ് ഡോക്ടർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് രാവിലെ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. ഡോക്ടറെ കാണിക്കാൻ OP ടിക്കറ്റ് എടുക്കാനില്ല, ഒരു ഡോക്ടറെ നിങ്ങളൊന്ന് കാണും. അയാൾ രാവിലെ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ പുറകിൽ നിങ്ങൾ പോ. കാരണം ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾ ഡോക്ടറാണ്. ഡോക്ടറായ രക്ഷപ്പെട്ടു എന്നാണല്ലോ. അങ്ങനെ നിങ്ങൾ പോയിട്ട് ഒരു 3 മണിക്ക് അയാളെ കാണുമ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ അയാളെ പുറകെ തന്നെ, അയാൾ അറിയരുത് കേട്ടോ, അയാൾ അറിയുന്നത് ചിലപ്പോൾ പോലീസിനെ വിളിച്ചോ, എന്നെ ആരോ ചേസ് ചെയ്യുന്നുണ്ടെന്ന് അറിയും. അയാൾ അറിയാതെ നിങ്ങൾ ചേസ് ചെയ്യണം, ഒരു കാര്യം തെളിയിക്കാനാ. അങ്ങനെ ഒരു 3-3:30 ആകുമ്പോൾ അയാൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബിൽഡിങ്ങിന്റെ ബേക്കിൽ ഒരു റൂം എടുക്കുന്നതാണ്. അതിന്റെ പേര് ഡോക്ടർ ശശിധരൻ, ഗൈനക്കോളജിസ്റ്റ്, ഡോക്ടർ കുട്ടികളുടെ സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാണാം. എന്തിനെന്നറിയാം? അവിടെ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പണിയെടുത്ത് തരില്ല. അവിടെ പോയാൽ നിങ്ങൾ 250 രൂപ കൊടുത്തിട്ട് അയാളെ പോയി കാണണം. അങ്ങനെ ഈ ഡോക്ടർ എന്തിനാണ് വൈകുന്നേരം വേറെ പ്രാക്ടീസ് ചെയ്യുന്നത്? അയാൾക്ക് ഈ വരുമാനം സാലറിയും ഇല്ലേ? അയാൾ പാർട്ട് ടൈം ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ, പാർട്ട് ടൈം. അതിനെയാണ് പാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ഡോക്ടർക്ക് ഇത്രയും പഠിച്ച് ഡോക്ടർ അയാൾക്ക് പാർട്ട് ടൈം ചെയ്യാം. പല ടീച്ചർമാരെയും കണ്ടിട്ട് നിങ്ങൾ വൈകുന്നേരം ട്യൂഷൻ എടുക്കുന്നത്. ടീച്ചർക്ക് വരുമാനം കിട്ടാത്തതുകൊണ്ട് അത് കിട്ടാത്തതുകൊണ്ട് അവർ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഡീഷണൽ പാർട്ട് ടൈം ചെയ്യുന്നു. പല പോലീസുകാരെയും കണ്ടിട്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നത്, അവർ പാർട്ട് ടൈം ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ബസ്സിൽ പോകുന്ന കണ്ടിട്ടില്ലേ? അവർ പാർട്ട് ടൈം ചെയ്യുന്നു. എല്ലാവരും പാർട്ട് ടൈം ചെയ്യാം. മമ്മൂട്ടി മോഹൻലാലും പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ പരസ്യം ഷാറൂഖ് ഖാനാണ് എന്ന് ഹാർപ്പിക്ക് ക്ലോസറ്റ് കയറുന്ന സാധനം പൊക്കി പിടിച്ച് വരുന്നത്. അയാൾ ഏതെങ്കിലും പരസ്യത്തിൽ അഭിനയിച്ച് ഏതെങ്കിലും സിനിമാ നടന്മാർ അവാർഡ് വാങ്ങിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ പാർട്ട് ടൈം വരുമാനം ചെയ്തിട്ട് പണിയെടുത്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ വന്നേക്കുന്നത്. എന്നാൽ ലോക ഫുട്ബോളർ മെസ്സിയും റൊണാൾഡോയും സച്ചിൻ ടെണ്ടുൽക്കറും പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? അവർക്ക് ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചാൽ പോരെ? നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ആഹാ, പെപ്സിയുടെ പരസ്യത്തിൽ അവരെന്തിനാ വരുന്നത്? അവരുടെ പാർട്ട് ടൈം ജോബാണത്. പാർട്ട് ടൈം ജോബ്. ഇവിടെ എല്ലാ മഹാന്മാരായ ആളുകളും യേശുദാസ് പാട്ട് പാടിയാൽ പോരെ? എന്തിനാ ജ്വല്ലറിന്റെ പരസ്യത്തിന് വരുന്നത്? മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചവരെ കണ്ണൻദേവന്റെ പരസ്യത്തിൽ എന്തിനാ വരുന്നത്? എന്നിട്ടോ കണ്ണൻദേവന്റെ പരസ്യത്തിൽ മോഹൻലാലിനോട് ചോദിച്ചു, നിങ്ങളുടെ മമ്മൂട്ടിയുടെ സൗന്ദര്യം ഭയങ്കരമാണ്, നിങ്ങളുടെ സൗന്ദര്യം എങ്ങനെയാണ്? അയാൾ പറഞ്ഞു, മമ്മൂട്ടി നോക്കുമ്പോൾ ഞാൻ നോക്കുന്നൊന്നുമില്ല, പക്ഷേ 28 വർഷമായിട്ട് ഞാൻ ചായയും കാപ്പിയും കുടിക്കാറില്ല. ഒരു നേരെ ചെവ്വെന്ന് പറഞ്ഞ പരിപാടിയിൽ മോഹൻലാൽ പറഞ്ഞ ആൻസറാ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇനിയൊരു ഇടവേള. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കണ്ണൻദേവൻ, എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻദേവൻ. ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻദേവൻ. മോഹൻലാലിന്റെ ജീവിതത്തിൽ പറയുന്നത് ഞാൻ 28 വർഷമായിട്ട് ചായ കാപ്പി കുടിക്കുന്നില്ലാണ്. പരസ്യത്തിൽ വന്ന് പറയുന്നത് എന്റെ ഉന്മേഷത്തിന്. അയാൾക്ക് ഉന്മേഷം ഉണ്ട്, കാരണം അയാൾക്ക് പറഞ്ഞപ്പോൾ 300 കോടി ഉറുപ്പിക കിട്ടി. അത് കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കുടിച്ച് നമുക്ക് എന്താ ഉന്മേഷം കിട്ടിയ? ഇതാണ് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ജീവിതത്തിൽ 2 അറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ നമുക്ക് പറ്റും.
നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യമുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തിന്റെ ചങ്ങല പൊട്ടിക്കുന്ന ആദ്യത്തെ ആള് നമ്മളായി മാറാനുള്ള ഒരു തീരുമാനവും അതിനുള്ള പ്ലാനിങ്ങും നമ്മൾ എടുക്കണം. വെറും 5 വർഷത്തെ പ്ലാനിങ് മതി. വെറും 5 വർഷത്തെ പ്ലാനിങ്. ജീവിതത്തിൽ ആഴ്ചയിൽ 2,16,000 വാങ്ങാൻ നിങ്ങൾ വീട്ടമ്മ ഒരു പണിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ പണിയെടുക്കുന്ന വീട്ടമ്മമാരുണ്ടല്ലോ, ആ വീട്ടമ്മമാർക്ക് ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കാം. ചെറുപ്പക്കാരുണ്ടല്ലോ, ഇന്നങ്ങോട്ട് ഓടിയിട്ട് നാളെ അങ്ങോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നടക്കൂല മക്കളെ, നടക്കൂല. കാരണം അറിയോ, അങ്ങനെ നടക്കണമായിരുന്നെങ്കിൽ ഇന്ന് 50, 60, 55 വയസ്സുള്ള ആളുകളോട് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്ന മേഖല ചെയ്ത ആളുകളെ കണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടും. നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെട്ട എഞ്ചിനീയർമാർ എത്ര ശതമാനമുണ്ട്? നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെട്ട ഡ്രൈവർമാർ എത്ര പേരുണ്ട്? ഞാൻ ഓരോ ജോലിയെ കുറ്റം പറയല്ല, അതിനൊക്കെ അതിൻ്റെതായ പവിത്രതയും മാന്യതയുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് മാറിക്കൂടെ എന്നുള്ളതാണ്. ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് മാറിക്കൂടെ എന്നുള്ളതാണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് ഒരു യൂസ് ആൻഡ് ത്രോ പ്ലേറ്റിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, അതും അവിടെയുണ്ട്. ഒരു വാഴയുടെ ഇല അവിടെയുണ്ട്. എന്നാൽ നല്ല സുന്ദരമായ ഒരു പിഞ്ഞാണം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും നല്ല ഓപ്ഷൻ അല്ലേ നമ്മൾ എടുക്കുക? നിങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ബസ്സിന് കാത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ 2 കൂട്ടുകാർ വരുന്നു, ഒരാൾ ജീപ്പുമായിട്ട്, ഒരാൾ ഓട്ടോയായിട്ട്, ഒരാൾ ബേഴ്സസ് ബെൻസുമായിട്ട്. മൂന്നിലും നിങ്ങൾക്ക് കയറാം. നിങ്ങൾ ഏതാ ഓപ്ഷൻ എടുക്കുക? ഒന്നും ഇല്ലെങ്കിൽ ആദ്യം വന്ന് ഓട്ടോയിൽ കയറി പോകും. ഇല്ലെങ്കിലോ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ല വാഹനം, അതായത് നമുക്ക് അവസരമുണ്ടെങ്കിൽ അത് എടുത്ത് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ അവസരം എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്. അതിന് ശക്തമായൊരു പ്ലാനിങ് ഉണ്ടാക്കുക. പ്ലാനിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ടാക്കി തരും. പക്ഷേ ലക്ഷ്യത്തിലേക്കുള്ള പ്ലാനിങ് ഉണ്ടാക്കുമ്പം അത് സത്യസന്ധമായ പ്ലാനിങ് ആയിരിക്കണം. സത്യമല്ലാത്ത പ്ലാനിങ് ആണ് ഉണ്ടാക്കിയതെങ്കിൽ നമ്മൾ പൊട്ടക്കിണറ്റിലും പോയി ചാടും. ഗോവിന്ദച്ചാമി 7 വർഷം മുന്നേ തുടങ്ങിയ പ്ലാനിങ് ആണത്രേ. 7 വർഷം മുന്നേ പ്ലാനിങ് തുടങ്ങി, ഒരു അരം കട്ടെടുത്തു, മഴക്കാലത്ത് കട്ട് ചെയ്യണം. അങ്ങനെ എന്താക്കി, 2-3 മാസം മുന്നേ ചപ്പാത്തി കഴിച്ചിട്ട് തടി കുറച്ചു. എന്നിട്ട് അവിടെ വിചാരണ തടവുകാരുടെ പോർത്തും മുണ്ടൊക്കെ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കി. അങ്ങനെ പ്ലാനിങ് ചെയ്ത് CCTV ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിച്ച് അതിനുശേഷം കമ്പി മുറിച്ച് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് കൊതുക് വലയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് ആളെ കിടത്തും പോലെ രൂപം ഉണ്ടാക്കി. അതിനുശേഷം അതിൽ ചാടി. അതിനുശേഷം രാത്രി കാലങ്ങളിൽ നടന്നു പോയാൽ ആളുകൾ കാണാം. അങ്ങനെ ചാടിയിട്ട് പകല് നടന്നുപോയി. ആ 1.5 കയ്യോ ഉള്ളൂ. ആ കൈ കാണാതിരിക്കാൻ വേണ്ടി തലയിൽ ഒരു കെട്ട് വെച്ചിട്ട് ആ കെട്ടിനിടയിലേക്ക് കൈ കയറ്റി വെച്ച് പ്ലാനിങ് അല്ലേ ഇതിനൊക്കെ പറയാ? ഇതിനൊക്കെ പ്ലാനിങ് എന്നല്ല പറയാ? പക്ഷേ ഇത് സത്യസന്ധമായ പ്ലാനിങ് അല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം പോയി ചാടിയത് ഒരു പൊട്ടക്കിണറ്റിലുമായി പോയി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അയാളെങ്ങാനും സത്യസന്ധനായ ഒരാളായിട്ട് 1.5 കൈയായിട്ട് 7 മീറ്റർ മതിലുള്ള ചാടിക്കടന്ന ഗോവിന്ദച്ചാമി ഉണ്ടല്ലോ, ആ ഗോവിന്ദച്ചാമിന്റെ 100-1 അംശം പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, പ്രിയപ്പെട്ടവരെ. നെഗറ്റീവിന്റെ ഉള്ളിലെ ഒരു പോസിറ്റീവ് കണ്ട് പറഞ്ഞത്, അല്ലാതെ ഞാൻ ഗോവിന്ദച്ചാമിയെ ന്യായീകരിച്ചതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവിന്റെ ഉള്ളിലെ ഒരു പോസിറ്റീവ് ഞാൻ കണ്ടു, അതുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ആ പ്ലാനിങ് ശക്തമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ 7 കൊല്ലത്തെ പ്ലാനിങ് കൊണ്ട് ഗോവിന്ദച്ചാമി പോയി പൊട്ടക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു 3 മുതൽ 5 കൊല്ലം പ്ലാനിങ് ആയിട്ട് ശക്തമായിട്ട് നിങ്ങളെ കൊണ്ടുവന്ന ആളുകളുടെ കൂടെ നിൽക്കും, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റും. യാതൊരു സംശയമല്ല. വിജീഷ് സാറിന്റെയും അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ നിയാസ് സാറിന്റെയും ഒക്കെ മേൽനോട്ടത്തിലുള്ള ഈ ഒരു ടീം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം കുറച്ച് സമയം അങ്ങോട്ട് എടുത്തു, ഒരു 3 മിനിറ്റ് സമയം എടുത്തു. 7:15 ഞാൻ കണ്ടത്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രയാസപ്പെട്ടുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അക്ഷരങ്ങളോ വാക്കുകളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ അനിയനായിട്ട്, നിങ്ങളുടെ മകനായിട്ട്, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട്, നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടിട്ട് പൊരുത്തപ്പെട്ട് തരണമെന്നും എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്.